योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. എല്ലാവർക്കും പ്രപഞ്ചത്തില് എല്ലാ വസ്തുക്കളും ഉണ്ട് 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 എന്ന് തോന്നുന്നു. അപ്പൊ ഉള്ള ഒരു വസ്തു ഇല്ലാതെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവില്ല. ഭഗവാൻ ഗീതയിലും ഏറ്റവും പ്രധാനമായ ശ്ലോകം, ഭഗവത്ഗീതയില് ഏറ്റവും മുഖ്യമായ ശ്ലോകങ്ങളിൽ പെട്ടതാണ് നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടവന്തസ്ത്വനയോഃ തത്വദർശിഭിഃ. സത്തിന് അഭാവമില്ല, അസത്തിന് ഭാവമില്ല. ഉള്ള വസ്തു ഒരിക്കലും നശിക്കില്ല, ഇല്ലാത്ത വസ്തു ഒരിക്കലും അതിന് വാസ്തവമായ സ്ഥിതിയുമില്ല. അപ്പൊ നമ്മളിപ്പോ ഈ ലോകം കാണുന്നു, ശരീരം കാണുന്നു, പല വസ്തുക്കളും കാണുന്നുവല്ലോ. ഇതൊക്കെ ഉള്ള പോലെ തോന്നുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലാതെയും ആവും. ഇതൊക്കെ ഉള്ളതാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇല്ലാതാവും? അപ്പൊ ഉള്ളത് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ, ഒരു ലക്ഷണം. ഇല്ലാത്തത് എന്നുള്ളതിന് ലക്ഷണമുണ്ട്. ഉള്ളതിന്റെ ലക്ഷണം നമ്മൾ പറഞ്ഞു, ഒരിക്കലും മാറില്ല, സദാ ഏകരൂപമായിട്ടുണ്ടാവും, ഒരവസ്ഥയിലും അത് മാറില്ല. ഇല്ലാത്തത് തൽക്കാലമൊക്കെ ചിലപ്പോഴൊക്കെ തോന്നും. ആദൗ അന്തേച യന്നാസ്തി വർത്തമാനേപി തത്തഥാനം. ആദിയിലും അന്തത്തിലുമില്ല, നടുവില് മാത്രം കുറച്ചു നേരം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ തോന്നുന്ന കാലത്തും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. നമ്മളുടെ ഈ ശരീരമൊക്കെ, നമ്മളുടെ ഈ വ്യക്തിത്വം, ഈ ഞാൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്നില്ല അല്ലെ ഉറക്കത്തില്? അതേപോലെ ഇന്ന് രാത്രി കുറച്ച് 10-11 മണി കഴിഞ്ഞാൽ ഇല്ലാതാവും. നടുവിൽ പൊന്തി വരണു ഈ വ്യക്തിബോധം. അപ്പൊ ഈ വ്യക്തിബോധം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അതേപോലെ കുറെ വർഷങ്ങൾ പിന്നോട്ട് പോയാൽ ഇല്ല, ഇനി കുറെ വർഷങ്ങൾ മുന്നോട്ട് പോയാലും ഇല്ല. നടുവിൽ തോന്നുന്നു ശരീരവും മറ്റു വസ്തുക്കളും ഒക്കെ. അപ്പൊ ഇതൊക്കെ തോന്നിയാലും ഇതൊന്നും നിലയ്ക്കാത്തതാണ്. പക്ഷെ നിലയ്ക്കുന്നത് എന്താ? സത്ത്. ഇതൊക്കെ അസത്ത്. അസത്തിന് തൽക്കാലം ഉള്ള പോലെ തോന്നിയാലും അത് ശാശ്വതമായി നിൽക്കില്ല. സത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും, അഥവാ സത്തിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും അത് ഒരിക്കലും മാറുകയോ നമ്മൾ കാണാത്തത് കൊണ്ട് അത് ഇല്ലാതാവുകയോ ചെയ്യില്ല. ഈശ്വരൻ, ആത്മാ, ബ്രഹ്മം, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ സത്തിനെ എവിടെ കണ്ടെത്തും? ആദ്യത്തെ 2 പാദം കൊണ്ട് പറഞ്ഞു. സത് ഉണ്ട്. സത് എന്ന് വെച്ചാൽ ഉള്ള വസ്തു, ബ്രഹ്മം. 2ാമത്തെ പാദത്തിൽ പറഞ്ഞു ആ സത്തിനെ എവിടെ കണ്ടെത്തണം എന്ന് വെച്ചാൽ ഹൃദി ഏഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ. ഈ ഏഷഹ എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ളതിനെയാണ് ഏഷഹ എന്ന് പറയാം. ദൂരത്തുള്ള ആളെ സഹ എന്ന് പറയും. ഏറ്റവും അടുത്തുള്ള ആളെ ഏഷഹ എന്ന് പറയും. ഇവൻ എന്നുവെച്ചാൽ ഈ സദ്വസ്തു അഥവാ ആത്മാ, ഈശ്വരൻ, ഉള്ള പൊരുൾ. ആ ഉള്ള പൊരുളിനെ എവിടെ കണ്ടെത്തും? ഹൃദി ഏഷഹ. ഈ ആത്മാ
ഹൃദി. ഹൃദി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ. ഹൃദയത്തിൽ കണ്ടെത്തണം. ഹൃദി ഏഷഃ. അവന്റെ സ്വരൂപം എന്താ? ചിന്താരഹിതഃ എന്നാണ്. ചിത്തവൃത്തിരഹിതമായ സ്ഥിതിയിൽ, ചിന്താരഹിതമായ സ്ഥിതിയിൽ അവൻ പ്രകാശിക്കുന്നു. അവന്റെ പേരെന്താണ്? ഹൃദാഖ്യഃ. ഹൃത് എന്നുള്ളതേ അവന്റെ പേരാണ്. ഹൃദ് അയം, അങ്ങനെയാണ് ഹൃദയം എന്ന് പറഞ്ഞത്. ഹൃദി അയം വർത്തത്തെ എന്നും ഹൃദയം എന്നുണ്ട്. പക്ഷെ ഹൃദയം എന്നൊരു സ്ഥാനവും അവിടെ ഇദ്ദേഹം ഇരിക്കുന്നതായിട്ടും ഒക്കെ കണക്കാക്കണം. അങ്ങനെ അല്ലാതെ ഹൃദ് ഏവ അയം, ഹൃത് അയം, ഈ ഹൃത്ത് തന്നെ ഇവൻ ആണ്. ഹൃദയം. ഹൃദയം എന്ന് വെച്ചാൽ ബ്ലഡ് അടിച്ചു കയറ്റുന്ന ഹാർട്ട് എന്ന അർത്ഥത്തിലല്ല. രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിനെയല്ല പറയുന്നത്. അധ്യാത്മഹൃദയം, ഹൃത്, ഹാർട്ട് എല്ലാം ഒന്ന് തന്നെ. ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ ഒന്ന് തന്നെ, രണ്ടും ഒക്കെ ഭാഷകളൊക്കെ ഒന്ന് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഹൃത് എന്നുള്ള പദം തന്നെയാണ് ഹാർട്ടായത്. ഹാർദവിദ്യ എന്നൊക്കെയാണ്, ഹൃദയവിദ്യ. ഈ വേദാന്തം ഒരുപക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് രമണ മഹർഷിയുടെ ആവിർഭാവം എന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഭാഷ്യം എഴുതിയപ്പോ അദ്ദേഹത്തിന് അനേകം വിപരീത മതത്തിലുള്ളവരെ ഖണ്ഡനം ചെയ്യാനുള്ളതുകൊണ്ട് ബുദ്ധിയെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നു. സിദ്ധാന്തം ചെയ്ത് തെറ്റിതിരുത്തി മറ്റുമൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോ ആചാര്യസ്വാമികൾക്ക് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. വേദാന്തം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ഒരു കളിയാണ്. അപ്പൊ നല്ലവണ്ണം ബുദ്ധിയുള്ള ആളുകൾക്ക്, പഠിച്ച ആളുകൾക്കേ വേദാന്തം പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ കാരണം ആളുകൾ ധാരാളം പഠിച്ചു, പണ്ഡിതന്മാരായി. പക്ഷേ തലയിൽ നിറയെ കയറ്റി അനുഭൂതിയൊന്നുമില്ല, അനുഭവതലത്തിലൊന്നുമില്ല. ബുദ്ധി ഗംഭീരം, യുക്തി നല്ല യുക്തി, പക്ഷേ എന്തോ നഷ്ടപ്പെട്ടു. അവിടെയാണ് മഹർഷി പറയണത് ഇത് ബുദ്ധിയുടെ വിദ്യയല്ല, ഹൃദയവിദ്യ എന്നാണ്. ഹൃദയവിദ്യയാണ് ഇത്. സൂക്ഷ്മബുദ്ധി കൊണ്ട്, ശുദ്ധബുദ്ധി കൊണ്ട് ഹൃദയത്തിൽ ആഴ്ന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഈ രഹസ്യം. ഹൃദയം എന്ന് വെച്ചാൽ എവിടെയാ സ്ഥാനം? ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയമല്ല. ഹൃദയം എന്ന് വെച്ചാൽ ഈ മനസ്സ് എവിടെ നിന്ന് പൊന്തുന്നുവോ സകല ചിത്തവൃത്തികളും, അല്ലെ, രാത്രിയാവുമ്പോ എവിടെയോ പോയി ലയിക്കണം, രാവിലെ ആവുമ്പോ എവിടെ നിന്നോ പൊന്തണു, ഉറക്കത്തിൽ എവിടെയോ ലയിക്കുന്നു, എവിടെയോ പൊന്തണു. എന്റെ വ്യക്തിബോധം തന്നെ എവിടെയോ ലയിക്കുന്നു. ഞാനേ ഇല്ലാതാവണു തൽക്കാലത്തേക്ക്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊരു വ്യക്തിത്വം ഉണ്ടോ, അല്ലെ? ഇപ്പൊ നമ്മൾ ഞാൻ എന്ന് വെച്ചാൽ എന്താ ധരിക്കണം? ഒന്ന്, ഞാൻ എന്ന് പറയുന്ന ശരീരം. രണ്ട്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പാലക്കാട്ടിൽ ജനിച്ച ആളാണ്, ഞാൻ സംസ്കൃതം പഠിച്ചു, ഞാൻ വേദാന്തം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ സാധകനാണ്, ഞാൻ തപസ്വിയാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അടുക്കളപ്പണി ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും തന്റെ കുറിച്ചുള്ള ഐഡിയ, ഇതൊക്കെ കൂടിയിട്ടല്ലേ ഞാൻ എന്ന് പറയണത്. എന്റെ കുറെ വികാരങ്ങൾ, എന്റെ കുറെ വിചാരങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഇതൊക്കെ ഞാനാണെന്ന് പറയും. ഈ ഞാൻ എവിടെയോ പോയി ലയിക്കണു ഉറക്കത്തില്, അല്ലേ? എവിടെയോ ചെന്ന് ലയിക്കുന്നു, എന്നിട്ട് സുഖമായിട്ടിരിക്കുന്നു. ആ ഉറക്കത്തിൽ എന്തുണ്ട് എന്ന് രാവിലെ എഴുന്നേറ്റ് നല്ലവണ്ണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നും പിടികിട്ടില്ല. പക്ഷേ സത്പ്രതീതി ഉണ്ട്, സത്പ്രതീതി ഉണ്ട് എന്നുള്ളതുണ്ട്. സുഖമായി ഇരുന്നു, എന്നിട്ട് രാവിലെ എണീറ്റ ഉടനെ ഒരു കേടുപാടും കൂടാതെ തലേ ദിവസം രാത്രി ഉറങ്ങിയ അതേ വ്യക്തിബോധം ഉദിച്ചു വരുന്നു. അത് എവിടെ ലയിച്ചുവോ അവിടെ നിന്ന് ഉദിച്ചു വരുന്നു. സകല ചിത്തവൃത്തികളും പ്രപഞ്ചബോധവും ലോകബോധവും ഒക്കെ ഉദിച്ചു വരുന്നു. അപ്പൊ ഇത് മുഴുവൻ എവിടെ ചെന്ന് ലയിച്ചുവോ, എവിടെ നിന്ന് ഉദിച്ചുവോ, ആ ഉദിക്കുകയും ഉണരുകയും ചെയ്യുന്ന സ്ഥാനമാണ് ഹൃദയം.
ആ ഹൃത്തില് ഇവൻ വർത്തിക്കുന്നു. പ്രപഞ്ചത്തിന്റെ സകല രഹസ്യങ്ങളും അവിടെ വർത്തിക്കുന്നു. ഈ ഗംഗ ഉദ്ഭവിക്കുന്ന സ്ഥാനം, കാവേരി ഉദ്ഭവിക്കുന്ന സ്ഥാനം, നർമ്മദ ഉദ്ഭവിക്കുന്ന സ്ഥാനം, യമുനോത്രി, ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു പോയി കണ്ടിട്ട് വരും. ഉദ്ഭവിക്കുന്ന സ്ഥാനം ഇത് വളരെ സിംബോളിക്കാണ്. നദിയുടെ ഉദ്ഭവസ്ഥാനം കണ്ടെത്തുന്നത് നദി എപ്പോഴും നമ്മളുടെ ജീവിതത്തിനെ കുറിക്കണതാണ്. നദി സമുദ്രത്തിൽ പോയി ചേരുന്ന പോലെ വ്യക്തികൾ ബ്രഹ്മത്തിൽ ലയിച്ച് ഇല്ലാതാവുന്നു എന്നാണ് ഉപനിഷത്ത് പറയണത്. ഈ ഉദ്ഭവസ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ജീവിത ലക്ഷ്യത്തിനെ കാണിക്കണതാണ്. ഈ മനസ്സ് എവിടുന്ന് ഉദ്ഭവിച്ചു, ഞാൻ എവിടുന്ന് ഉദ്ഭവിച്ചു എന്നുള്ളതിന്റെ മൂലാന്വേഷണമാണ്. അപ്പോ ഹൃദി ഏഷഃ, ഈ മൂലത്തിൽ എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ ആ ഉദ്ഭവിക്കുന്ന സ്ഥാനമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ ഏഷഃ വർത്തതേ, ഈ ആത്മാവുണ്ട്. ആത്മാ സിദ്ധമായിട്ടുണ്ട്, എല്ലാവർക്കും, സകല പേർക്കും സിദ്ധമായിട്ടുണ്ട്. ചാന്തോക്യോപനിഷത്തില് പറയുന്നു, ദിവസവും ഈ ജീവൻ ആ ആത്മാവിൽ ചെന്ന് ഇരുന്നിട്ട് വരുന്നു. പക്ഷേ അറിയുന്നില്ല ആത്മാവിൽ ചെന്ന് ഇരുന്നിട്ട് വരണു എന്നുള്ളത്. ബോധപൂർവം അറിയുന്നില്ല. അപ്പോ ഹൃദി ഏഷഃ ചിന്താരഹിതോ ഹൃദാഖ്യഃ. അപ്പൊ ആ ഹൃദയം എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാവണില്ല? ഹൃദയത്തിലാണ് നമ്മൾ ഇരിക്കണത്. ഹൃദയമാണ് നമ്മളുടെ സ്വരൂപം, ഹൃദയമാണ് നമ്മളുടെ സ്ഥാനം. പക്ഷേ തന്റെ സ്വസ്ഥാനം വിട്ടിട്ട് പരസ്ഥാനത്തിൽ വന്നിരിക്കുമല്ലോ നമ്മൾ പലരും. അതേപോലെ നമ്മളുടെ കേന്ദ്രം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണം. ഹൃദയം എന്നുള്ള കേന്ദ്രം നഷ്ടപ്പെട്ട് ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു സ്വസ്ഥതയില്ലാത്തത്. ഹൃദയസ്ഥാനത്തിൽ ലയിച്ചാൽ എപ്പോഴും സ്വസ്ഥമായിരിക്കും, ആനന്ദമായിരിക്കും. ഹൃദയസ്ഥാനം വിട്ടിട്ട് ബുദ്ധിയിലും മനസ്സിലും ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കണം. ബുദ്ധിയോ മനസ്സോ ഒന്നും നമ്മളുടെ സ്വരൂപമല്ല. നമ്മളുടെ സ്വരൂപം ഹൃദയമാണ്. ശരീരത്തിലൊരു സ്ഥാനം പറയൂ അതിന്. വാസ്തവത്തിൽ അത് ശരീരത്തിന്റെ സ്ഥാനമല്ല. എന്നാൽ ശരീരത്തിലൊരു സ്ഥാനം പറയേ വലതുവശത്താണോ എന്ന് പറയും. അപ്പൊ ഈശ്വരൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന പൊരുളാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവ്യക്ഷേത്രം കാണിച്ചിട്ട് എവിടെയാണ് ഇരിക്കണത് എന്ന് പറയണ പോലെ ശരീരത്തിൽ ഇതിനൊരു സ്ഥാനം പറയും. അത് മഹാത്മാക്കളുടെ, യോഗികളുടെ അനുഭൂതിയാണത്. അതെവിടെയാന്ന് വെച്ചാൽ ഇടതുവശത്തല്ല ഹൃദയം, വലതുവശത്ത്. അത് ആയുർവേദ ചില ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്ര. എങ്ങനെ വലതുവശത്ത് ഹൃദയം രക്തചംക്രമണ ഹൃദയമല്ല, വ്യക്തിബോധത്തിന്റെ കേന്ദ്രസ്ഥാനം. യേശുക്രിസ്തു ഒരിടത്ത് പറയുന്നുണ്ട്, ദ ഫൂൾസ് ഹാർട്ട് ഈസ് ഓൺ ദ ലെഫ്റ്റ്, ദ വൈസ് മാൻസ് ഹാർട്ട് ഈസ് ഓൺ ദ റൈറ്റ് എന്ന് പറയേണ്ടത്രേ. അതിന് എന്താ പ്രമാണം എന്ന് മഹർഷിയോട് ചോദിച്ചു. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് നമ്മുടെ മഹർഷി ഒരാളോട്. എനിക്കറിയും എന്നാണോ ഭഗവാൻ പറയണത് എന്ന് ചോദിച്ചു. കണ്ടോ ഇപ്പൊ എവിടേക്കാ കൈ ചൂണ്ടിയത് ചോദിച്ചു. എനിക്ക് ലോകത്തിലെല്ലാരും ഞാൻ എന്ന് പറയുമ്പോ മെനക്കെട്ട് കൈ പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എനിക്ക് ഒരാളും കൈ കാലിൽ വെക്കണില്ല, അല്ലെ? കാലിത്ര അടുത്തുണ്ട്, ഇവിടെ വെച്ചാ പോരെ. എനിക്കെന്ന് പറഞ്ഞാ പോരെ, തലയിൽ വെച്ചാ പോരെ. നമുക്ക് ഏറ്റവും പ്രധാനമായ അംഗം വയറിൽ വെച്ചാ പോരെ. എനിക്ക് മെനക്കെട്ട് കൈ എടുത്തുകൊണ്ടുവന്ന് എനിക്ക്, ഞാൻ. ലോകത്തിൽ എവിടെ പോയാലും ഒരു ഇൻറ്റ്യൂട്ടീവ് റിയാക്ഷനാണത് ഞാൻ എന്ന് പറയുമ്പോൾ. അതുമാതിരി ശിരസൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വീണുപോകും. ഈ ഭാഗവും സ്വയമേവ നിൽക്കില്ല ഇടുപ്പിന് ചുവട്ടില്. പക്ഷെ ഈ ഒരു പോർഷൻ നമുക്ക് കേന്ദ്രസ്ഥാനമാണ്. മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്താൻ ഒരു സൂചന തന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഹൃദയം എവിടെയാണെന്ന് സിദ്ധാന്തിച്ചു പോകരുത്, ശരീരത്തിലാണെന്ന് സിദ്ധാന്തിച്ചു പോകരുത്. ഇത് ഒരു മർമ്മസ്ഥാനം. ആ ഹൃദയസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചു കിടക്കണമെന്നാണ്. ഹൃദിയേഷ ചിന്താരഹിതോ, ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ
ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ ആത്മാവ് ഉണ്ടാവുമല്ല. പക്ഷെ ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ ആ സത്യം അനുഭവപ്പെടും. ചിന്താരഹിത ചിന്തകൾ, തോട്ട് വേവ്സ്, അത് നിലയ്ക്കുമ്പോ ഉള്ളില് ഒരു ശാന്തി ഊറി 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 വരും. ചിത്തവൃത്തികൾ നിലയ്ക്കുമ്പോ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സകല ചേഷ്ടകളും നിർത്തിയാൽ അത് പരമമായ സ്ഥാനം എന്ന് ഉപനിഷത്ത് പറയുന്നു. യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താം ആഹുഃ പരമാം ഗതിം. യഥാ പഞ്ചാവതിഷ്ഠന്തെ, 5 ഇന്ദ്രിയങ്ങളും ചലിക്കാതെ നിൽക്കുന്നു, മനസ്സും ചലിക്കാതെ നിൽക്കുന്നു, ബുദ്ധിയും പരിപൂർണമായി നിശ്ചലമാവുന്ന സ്ഥിതിയിൽ അവിടെ എന്തുണ്ടോ അത് ഉള്ള വസ്തു. അതിനെയാണ് സത് എന്ന് മഹർഷി ഇവിടെ പറഞ്ഞത്. ചിന്താരഹിതോ ഹൃദാഖ്യ. ഇതൊക്കെ ഇനിയിപ്പോ എക്സ്പ്ലനേഷൻ അല്ലേ? ശരി. കഥം സ്മരാമഹ തം അമേയം ഏകം. ആ അനശ്വരമായ വസ്തുവിനെ അമേയം, മേയം എന്ന് വെച്ചാൽ അളക്കുന്നത് എന്നർത്ഥം. മനസ്സുകൊണ്ട് തൊട്ടു നോക്കുന്നതൊക്കെ മേയം. മനസ്സ് എന്ന് പറയുന്നത് തന്നെ അളക്കുന്ന സാധനമാണ്. മനസ്സ് എല്ലാറ്റിനെയും അളക്കും അല്ലെ? മനസ്സുകൊണ്ട് എന്തിനെ സ്പർശിച്ചാലും അത് പരിച്ഛിന്നമായി കഴിഞ്ഞു. മനസ്സുകൊണ്ട് എന്തിനെ ഗ്രഹിച്ചാലും അതൊക്കെ ലിമിറ്റഡ് ആയി കഴിഞ്ഞു. മനസ്സുകൊണ്ട് അറിയപ്പെട്ട വസ്തുവോ അത് പൂർണ്ണമല്ല. ഈ വസ്തുവോ അമേയം, മനസ്സുകൊണ്ട് സ്പർശിക്കാൻ കഴിയാത്തതാണ്, അളക്കാൻ കഴിയാത്തതാണ് എന്നർത്ഥം. അപ്പൊ പിന്നെ അതിനെ എങ്ങനെ സ്മരിക്കും? നമ്മളൊക്കെ സ്മരിക്കുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ടാണ് എല്ലാം അറിയണത്. അപ്പൊ മനസ്സുകൊണ്ട് സ്പർശിക്കാനോ അളക്കാനോ പിടിക്കാനോ കഴിയാത്ത ആത്മാവിനെ, ഈശ്വരനെ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി അല്ലെ? ആ ഹൃദയത്തിലുള്ള ഈശ്വരനെ എങ്ങനെ സ്മരിക്കും? കഥം സ്മരാമഹ. ഈശ്വര സ്മരണ വേണമെന്ന് പറഞ്ഞു. എങ്ങനെ സ്മരിക്കും? അമേയം ഏകം, ഏകവും അളക്കാൻ കഴിയാത്തതും പിടിക്കാൻ കഴിയാത്തതുമായ ആ വസ്തുവിനെ എങ്ങനെ സ്മരിക്കും എന്ന് വെച്ചാൽ തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. അതിനെ സ്മരിക്കുക എന്ന് പറയണത് അവിടെ നിഷ്ഠയാവുക, ലയിച്ചു ചേരുക. ഹൃത്സ്ഥലേ മനസ്വസ്ഥതാ ക്രിയ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. ഉപദേശസാരത്തിൽ മനസ്സ് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഹൃത്സ്ഥലേ, ഹൃദയസ്ഥലത്തില് മനസ്വസ്ഥത, മനസ്സ് സ്വസ്ഥമായിട്ട് ലയിച്ചു ചേരൽ. അത് തന്നെയാണ് ഭക്തി, അത് തന്നെയാണ് യോഗം, അത് തന്നെയാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എല്ലാം. തമിഴിൽ വളരെ മനോഹരമാണ് ഈ പാട്ട്. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ അത് കർമ്മവും ഭക്തിയും ഉന്തീപര, അത് യോഗവും ജ്ഞാനവും ഉന്തീപര. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ എന്നാണ്. ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നുവോ അവിടെ ഒടുങ്ങുക എന്ന് വെച്ചാൽ അടങ്ങാം. ഈ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്തിൽ ലയിക്കുക എന്നർത്ഥം. എവിടുന്നോ ഉദ്ഭവിക്കുന്നു അല്ലെ? ഉറക്കത്തിൽ എവിടെയോ ലയിക്കുന്നു, നേരം വെളിച്ചാവുമ്പോ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ എവിടുന്നോ ഉദിക്കുന്നു. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. അപ്പൊ ഉദിക്കുന്ന സ്ഥാനം നോക്കി ഉദിക്കാതെ ഇരിക്കുക. അവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നുമില്ല. ഒന്നും സംഭവോസ്യന വിദ്യത്തെ. ഗൗഡപാദർ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതി, ചലനമില്ലാത്ത സ്ഥിതി, വികാരങ്ങൾ ഉദിക്കാത്ത സ്ഥിതി, ഞാൻ എന്നുള്ളത് പൊന്താത്ത സ്ഥിതി. ആദ്യം മുതലേ ഞാൻ ഈ ആത്മവിചാരത്തിനെ പറഞ്ഞുകൊണ്ടേ വരാം. ഇതിന് മഹർഷി പറയുന്ന മാർഗം ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക എന്നാണ്. ഞാൻ 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 എന്ന് പറയണമല്ലോ. സ്ഫുരണ, അഹം വൃത്തിയെ ആശ്രയിച്ച് അഹം സ്ഫൂർത്തിയെ കണ്ടെത്തണം. ഇതാണ് ആത്മവിചാരത്തിന്റെ മാർഗം. അഹം വൃത്തിയെ ആശ്രയിച്ച് അഹം സ്ഫൂർത്തിയെ കണ്ടെത്തണം. നമുക്കിപ്പോ അനുഭവത്തിൽ അഹം സ്ഫൂർത്തിയില്ല, അഹം വൃത്തിയുണ്ട്. അഹം വൃത്തി എന്താണ്? ഒരിക്കലും രമണാശ്രമത്തിലെ അടുക്കളയില്
രണ്ട് വെപ്പുകാര് തമ്മിൽ ഭയങ്കരമായി അടിപിടി, ശണ്ട കൂടുമ്പോ ഒരാള് മറ്റേയാളോട് പറയാണ്, ഉനക്ക് എന്നെ തെരിയാത്തതാണ് കാട്ടിക്കൊടുക്കറേ. മറ്റേയാള് പറഞ്ഞു, ഉനക്ക് എന്നെയും ഉനക്ക് തെരിയാത്, യാര് തെരിയുമാ, ഞാൻ കാട്ടുറதான் ഉനക്ക് പുരിയും. രണ്ടുപേരും തമ്മില് ഞാൻ തന്നെ കാണിച്ചു തരാം, ഞാൻ എന്നെ കാണിച്ചു തരാമെന്ന് ശണ്ട കൂടുക, ദേഷ്യം. അപ്പോ ദേഷ്യപ്പെടുമ്പോ നമുക്കറിയാം അല്ലെ, വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവൻ പൊന്തി നിൽക്കും, ഏകാഗ്രപ്പെട്ട് നിൽക്കും. ആ കണ്ണിൽ നോക്കിയാൽ നമുക്ക് കാണാം ആ വ്യക്തിബോധം തുറിച്ചു നിൽക്കും. ഇതാണ് അഹംവൃത്തി. അഹംവൃത്തി അല്ലെങ്കിൽ മറ്റു വൃത്തികളുടെ കൂടെ കൂടി കുഴഞ്ഞു കിടക്കും. പക്ഷെ ദേഷ്യം വരുമ്പോ, അസൂയ വരുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ തള്ളി പറയുമ്പോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുമ്പോ, അപ്പോഴൊക്കെ നമ്മളുടെ വ്യക്തിബോധം ഞാൻ 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 നമ്മളെ ആരെങ്കിലുമൊക്കെ അനുമോദിക്കാൻ പോവുകയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ തുടങ്ങും നമ്മളുടെ അനുമോദനം. അപ്പൊ എന്നെ വിളിക്കും, ഇപ്പൊ വിളിക്കും. ഇതാണ് അഹംവൃത്തി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മതി. എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു അനുമോദനം, ഒരു പട്ടം തരലോ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഒന്ന് ഇളകും. ആ ഇളകുന്നത് അഹംവൃത്തിയാണ്. അതെല്ലാവർക്കും പരിചയമുള്ള വൃത്തി. ഇവര് തമ്മിൽ ശണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇവര് നോക്കുമ്പോ മഹർഷി പുറകെ നിൽക്കണു. ഒന്ന് ജാള്യതയായി. മഹർഷി പറഞ്ഞു, പേടിക്കണ്ട, അവർക്കും ഇവർക്കും ഒന്നും കാണിച്ചു കൊടുക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കണ്ടാ മതി. ഞാൻ ആരാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, കാണിച്ചൊന്നും കൊടുക്കണ്ട, കണ്ടാ മതി. ഇതാണ് നല്ല സമയം പിടിക്കുക എന്നാണ്. ഇപ്പൊ നല്ലവണ്ണം അങ്ങനെ തുറിച്ചു നിൽക്കണുണ്ടല്ലോ, സൂചിയിലേക്ക് ഇടാൻ നൂല് കൂർപ്പിച്ചു നിർത്തണ പോലെ ഈ അഹംവൃത്തി കൂർത്തു നിൽക്കണു. അഹംവൃത്തി മനസ്സാണ്. ഈ അഹംവൃത്തി തന്നെയാണ് കാമമായിട്ടും ക്രോധമായിട്ടും അസൂയയായിട്ടും അനേക വിചാരങ്ങളായിട്ടും പിരിഞ്ഞു വരണത്. വാസ്തവത്തിൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു വൃത്തിയേ ഉള്ളൂ. ഒരൊറ്റ വൃത്തിയാണ് ആയിരക്കണക്കിന് വൃത്തിയായിട്ട് പിരിയണത്. അപ്പൊ നമുക്ക് പിടിക്കാൻ പറ്റണില്ല. അത് അഹംവൃത്തിയായിട്ട് നിൽക്കുമ്പോൾ നോക്കുക, വേറെ ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ദേഷ്യം വരുമ്പോ ഒറ്റ വൃത്തിയേ ഉണ്ടാവുള്ളൂ, ഞാൻ എന്നുള്ളതേ നിൽക്കുള്ളൂ. പ്രബലമായിട്ട് എന്തെങ്കിലും കാര്യം അതുപോലെ ചെയ്യുമ്പോഴാ ഞാൻ എന്നുള്ള വൃത്തി പ്രബലമായിട്ട് നിൽക്കുമ്പോൾ മറ്റു വൃത്തികളുടെ കൂട്ടൊന്നും ഇല്ലാതെ നിൽക്കും. വൃത്തയസ്തു അഹംവൃത്തിമാശ്രിതാഹ വൃത്തയോ മനോ വിദ്ധി അഹം മനഃ. എല്ലാ ചിത്തവൃത്തികളും ഞാൻ എന്നുള്ള ചിത്തവൃത്തിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഞാൻ എന്നുള്ള ചിത്തവൃത്തി തന്നെയാണ് മനസ്സ് എന്ന്. മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഞാൻ എന്നുള്ള ചിത്തവൃത്തി തന്നെ. അഹങ്കാരം തന്നെ മനസ്സ്. അപ്പൊ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ച്, അഹങ്കാരത്തിനെ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ. എത്ര പ്രസംഗിച്ചു കഴിഞ്ഞു ആളുകൾ അഹങ്കാരം വരാൻ പാടില്ല, വിനയത്തോടെ ഇരിക്കണം, അഹങ്കാരത്തിന് ഉപേക്ഷിക്കണം. എന്ത് കാര്യം പറ്റൂ? അഹങ്കാരം എന്താ ഉപേക്ഷിക്കാൻ പറ്റുന്നതാണോ? ഒരു 10 പേര് കൂടെ ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ, അവരെല്ലാവരും പ്രസംഗിച്ചു അത്രേ. ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും അധികം പുസ്തകം പഠിച്ചിട്ടുള്ളവരുള്ളത് എന്ന് പറഞ്ഞു. അയാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോ അടുത്ത ആള് വന്ന് പറഞ്ഞു, അവരെ പോലെ ഞങ്ങൾ പുസ്തകം പഠിച്ചവരൊക്കെ കുറവാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും അധികം ആളുകളുള്ളത് എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബാൻഡ് അടിച്ചിട്ട് പോയി. അവസാനം ഒരാൾ വന്ന് പറഞ്ഞു, ഇത്രയും നേരം ഓരോരുത്തർ അവരവരുടെ കഴിവുകളെ കുറിച്ച് പറഞ്ഞു. ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും പഠിച്ചിട്ടുള്ളവരുള്ളത് എന്ന് പറഞ്ഞു. അടുത്ത ആൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ആളുകൾ കൂടുതലുള്ളത് എന്ന് പറഞ്ഞു. വേറെ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും അധികം ആചാരമുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ അവരെ പോലെ ആചാരമോ പഠിപ്പോ ആൾക്കൂട്ടമോ ഒന്നും ഇല്ലെങ്കിലും വിനയത്തിന്റെ കാര്യമെടുത്താൽ ഞങ്ങൾക്ക് മുൻപിൽ ആരുമില്ല, ഞങ്ങളാണ് ഏറ്റവും വിനയമുള്ളവൻ. എവിടെ പോയി അല്ലെ? ആ വിനയം എന്നുള്ളതിൽ പോയിട്ട് ഈ അഹങ്കാരം ചെന്നിരിക്കും. ഹ്യൂമിലിറ്റിയുടെ ഡ്രസ് ഇട്ടിട്ട് ഇരിക്കും അഹങ്കാരം. അപ്പോ അഹങ്കാരത്തിനെ നിഷേധിച്ചിട്ട് ഇല്ലാതാക്കാൻ സാധ്യമേ അല്ല ഒരിക്കലും. അത് സത്യവസ്തുവാണ്, അതുകൊണ്ടാണ് അത് പോവാത്തത്. അതില് ഡ്രസ്സ് കുറച്ച് മാറ്റിയിട്ടിരിക്കണു, അത്രേ ഉള്ളൂ. അതിനെ അന്വേഷിച്ച് അതിന്റെ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തുകയാണോ വേണ്ടത്, അല്ലാതെ അഹങ്കാരം പോണമെന്നോ അഹങ്കാരം നശിക്കണമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല.
അഹങ്കാരം എന്ന് നമ്മളിപ്പോ പറയുന്ന വസ്തു എന്താണ് എന്ന് ആരാഞ്ഞു നോക്കിയാൽ അഹങ്കാരമേ ഇല്ല. അഹങ്കാരം എന്നൊന്നും ഉണ്ടാവാനേ സാധ്യമല്ല. ഏകവും അദ്വയവുമായ വസ്തുവില് ഈ വ്യക്തിബോധം വെറുതെ പൊന്തുണു, അത്രേ ഉള്ളൂ. ആ വ്യക്തിബോധത്തിനെ ആരാഞ്ഞു നോക്കിയാൽ വ്യക്തിബോധം ഉണ്മയല്ല. വ്യക്തിബോധം പോയി സ്വരൂപപ്രജ്ഞ, സ്വരൂപാനുഭൂതി അവിടെ ഉദിക്കും. അപ്പൊ ഈ വ്യക്തിബോധത്തിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അഹങ്കാരം പോവില്ല എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും വേണ്ട. യു നീഡ് നോട്ട് അക്സെപ്റ്റ് ഓർ നെഗേറ്റ്, എൻക്വയർ, ഫൈൻഡ് ഔട്ട്. അതിന്റെ ഉള്ളിലേക്ക് പോവുക. അതെന്താണ് അതിന്റെ സ്വരൂപം? അപ്പോ ഈ അഹം വൃത്തി, ചിത്തവൃത്തി, ചിന്താരഹിതോ ഹൃദാഖ്യ എന്ന് പറഞ്ഞു. ചിത്തവൃത്തികൾ ഉള്ളപ്പോ ആത്മാനുഭൂതി ഉണ്ടാവില്ല. സദാ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആത്മാനുഭവം ഉണ്ടാവില്ല. നിർവികൽപ്പ സമാധിനാ സ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം ന അന്യഥ ചലതയാ മനോഗതേഹേ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. നമ്മളുടെ നിർവികൽപ്പ സമാധി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. നിർവികൽപ്പ സമാധിയിൽ ബ്രഹ്മതത്വം തെളിഞ്ഞു കിട്ടുന്നു. എന്താ മറ്റുള്ള അവസ്ഥകളിലൊന്നും തെളിഞ്ഞു കിട്ടില്ലേ എന്ന് വെച്ചാൽ, മറ്റുള്ള അവസ്ഥകളിൽ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. ഈ അഹംബോധമുണ്ടല്ലോ മറ്റ് ചിത്തവൃത്തികളുമായി കൂടിക്കുഴഞ്ഞു കിടക്കും. മറ്റ് ചിത്തവൃത്തികളുമായി കൂടിക്കുഴയുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ആരെന്നേ അറിയില്ല. ഒന്നിൽ ഞാൻ കോപിയാണ്, അല്ലെങ്കിൽ കാമിയാണ്, അല്ലെങ്കിൽ അസൂയാലുവാണ്. ഏതിനോടെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോ ഞാൻ അതും ഇതുമായി ഇരിക്കലല്ല, ഞാൻ ആരാണോ അതായിരിക്കൽ. തത്ര ദൃഢൈവ നിഷ്ഠ. ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ ആത്മാവായി ഇരിക്കൽ എന്നർത്ഥം. ആത്മസംസ്ഥിതി, ആത്മദർശനം. താനായിരുത്തലേ തന്നൈ അറിതലാം, താൻ ഇരണ്ടற்றതാൽ ഉന്തീപര തന്മയ നിഷ്ഠൈ ഇത് ഉന്തീപര. താൻ ആയി ഇരുത്തൽ. മലയാളത്തിലുണ്ട് ഞാൻ താൻ. ആരാ വന്നിരിക്കണത്? തമിഴില് പ്രത്യേകിച്ച് ആരാ വന്നിരിക്കണത് എന്ന് ചോദിച്ചാൽ നാൻ എന്ന് പറയും ആദ്യം. പിന്നെയും ചോദിച്ചാൽ ആരാ എന്ന് ചോദിച്ചാൽ നാൻ താൻ. ஒரு நானும் ஒரு தானும் வந்துடுறது அந்த இடத்துல. அந்த நான்கிறது அகங்காரம், தான்கிறது ஆத்மா வச்சுப்போமே. இந்த தானோட ஒரு ஸ்வரூபம் தான் நான். அந்த தான்கிறதே நானா மாறுறது, நானே தானா மாறுறது. தான்கிறது எல்லா அவஸ்தையிலையும் இருக்கு. சுஷுப்தியிலையும் இருக்கு, സ്വപ്നത്തിலையும் இருக்கு, ஜாகிரத்திலையும் இருக்கு. ஆனா நான்கிறது ஜாகிரத்துல மாத்திரம் வந்துட்டு സ്വപ്നത്തിலையும் சுஷுப்தியிலையும் இல்லாய்க்கு ஆயிடுறது. സ്വപ്നத்துல வேஷம் மாறுறது, சுஷுப்தியிலே இல்லாம ஆறுது. സദാ ഉള്ള വസ്തു ഈ തദ്വസ്തു, ആത്മാ, ബോധം, പ്രജ്ഞ. അത് സുഷുപ്തിയിലും ഉണ്ട്. പക്ഷെ ഈ അഹങ്കാരം സുഷുപ്തിയിലില്ല. അല്ലേ? അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. ഈ അഹംപദത്തിന്റെ ഉണ്മയായ അർത്ഥം അഹങ്കാരത്തിന് സാക്ഷിയാണ്. അത് അഹങ്കാരമല്ല. അഹങ്കാരം ഉദിക്കുമ്പോ എനിക്ക് അഹങ്കാരം വന്നു എന്നറിയണ്ട്. എനിക്ക് അഹങ്കാരം ഇപ്പൊ ഇല്ല, അഹങ്കാരം വരണു, അഹങ്കാരം പോകണു. അപ്പൊ ഞാൻ അഹങ്കാരമല്ല. അപ്പൊ അഹങ്കാരത്തിനെയും കാണുന്ന ആള് സുഷുപ്തിയിലും ഉണ്ട്. സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിലും ഏതൊരുത്തനുണ്ടോ അവൻ സ്വരൂപമാണ്, ആത്മാ. അപ്പോ ആ ആത്മവസ്തുവിനെ അറിയണമെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട സാധന എന്താ? ചിന്താരഹിത എന്നൊരു സൂചന തന്നു മഹർഷി. ചിത്തവൃത്തികളെ കുറച്ചുകൊണ്ടുവരിക. കാഞ്ചി പരമാചാര്യർ ദൈവത്തിൻ കുരல்ல ஒரு லெக்சர். அந்த ஒரு லெக்சர்ல சிக்கனமா இருக்கணும்னு லெக்சர். அதுல தண்ணி செலவு பண்றதுல சிக்கனமா இருக்கணும், துணி உடுத்திக்கிறதுல சிக்கனமா இருக்கணும், எல்லாம் ரொம்ப ஆடம்பரம் படாது. இப்படியே லெக்சர் பண்ணின்னு வந்து லாஸ்ட்ல எண்ணங்கள்ல சிக்கனமா இருக்கணும் அப்படின்னு லாஸ்ட்.
മഹർഷി ഒരിക്കലും പറഞ്ഞു, കുഞ്ചുസ്വാമിയോട് പറഞ്ഞു, കുഞ്ചുസ്വാമി ഒരിക്കലും ചോദിച്ചു, ഭഗവാനെ, മനസ്സിൽ ഒരുപാട് ചിത്തവൃത്തികൾ വരുന്നുവല്ലോ, അതൊക്കെ ഇല്ലാതിരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ ചിത്തവൃത്തി ഇല്ലാതിരിക്കാൻ വിഷമെന്ന് പറയണു, നമുക്കൊരു ചിത്തവൃത്തി ഉണ്ടാക്കാനാ വിഷമമായിട്ടിരിക്കാത്ത. എന്നുവെച്ചാൽ അതാണ് നമ്മളുടെ സ്വരൂപം. അത് സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്തവൃത്തികൾ പൊന്തില്ല എന്നാണ്. അപ്പൊ ചിത്തവൃത്തികളെ ആദ്യമേ നിഷേധിക്കരുത്. അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സാധ്യമല്ല. സാധ്യമല്ല എന്നൊരു ചിത്തവൃത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചിത്തവൃത്തിയെ മാറ്റാൻ തന്നെ ഒരു 10 ജന്മം വേണ്ടിവരും. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയരുത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ചിത്തവൃത്തികളെ കുറച്ചുകൊണ്ടേയിരിക്കാം. അനാവശ്യമായ ചിത്തവൃത്തികളിലേക്ക് മനസ്സ് വിടാതിരിക്കാം. അതാണ് സീക്രട്ട്. നമ്മുടെ ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശൃംഗേരി മഠത്തിലുണ്ടായിരുന്ന ജീവൻ മുക്ത പുരുഷനായ ഒരു മഹാ അദ്ഭുതം. എന്താന്ന് വെച്ചാൽ ഒരു സന്യാസി സ്വതന്ത്രനായിട്ട് ഇരുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിലൊന്നും ആശ്ചര്യമില്ല. പക്ഷെ ഒരു മഠാധിപതിയായിട്ട് ഇരുന്നിട്ട് അതിന്റെ നടുവില് യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ ഒരു അദ്ഭുതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാവർക്കുമേ ജീവിക്കുമ്പോഴും അത്ഭുതം, മരിച്ച് സമാധിയായപ്പോഴും അത്ഭുതം. ഒക്കെ വിചിത്രമായിരുന്നു ആ ജന്മം. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ശൃംഗേരി മഠം വളരെ മറഞ്ഞുപോയ ഒരു കാലമായിരുന്നു. എന്താന്ന് വെച്ചാൽ പ്രവൃത്തി ഒന്നുമില്ല, വ്യവഹാരം ഒന്നുമില്ല അദ്ദേഹത്തിന്. 17ാമത്തെ വയസ്സില് പീഠത്തിൽ ഇരുത്തിയ ശേഷം 6-7 വർഷത്തേക്ക് പുറത്തേക്ക് ഇങ്ങോട്ടും വന്നില്ല. അത് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു കാലടിയിൽ വന്നപ്പോ ഒരു 1.5 വർഷം കാലടിയിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് ഈ വിവേക ചൂടാമണിക്ക് ഭാഷ്യമൊക്കെ എഴുതിയത്. അപ്പോ മഠം അന്ന് കൈകാര്യം ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ശ്രീകണ്ഠ ശാസ്ത്രികൾ, അദ്ദേഹത്തിന് ഒരു വിഷമം. എന്താന്ന് വെച്ചാൽ ചന്ദ്രശേഖര ഭാരതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശങ്കരാചാര്യർ, ശിവാഭിനവ നരസിംഹഭാരതി സ്വാമികൾ വളരെ ഡൈനാമിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് മഠം വളരെ ഉയർന്നു വന്നു. ധാരാളം സമ്പത്തുണ്ടായി. മഠത്തിന് വളരെയധികം ഒരു പ്രസിദ്ധി ഉണ്ടായി. പക്ഷെ ഇദ്ദേഹം ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ കാലത്ത് ഒക്കെ നിശ്ചലമായി. ശബ്ദമില്ല. ആളുകൾ മഠത്തിൽ കാണാൻ വന്നാൽ പോലും സ്വാമികളെ കാണാൻ പറ്റില്ല. പലരും വരും, സ്വാമികൾ കാണാമെന്ന് പറഞ്ഞ് വരുന്ന സമയത്തായിരിക്കും അദ്ദേഹം വാതിലടയ്ക്കുക. അടച്ചാൽ പിന്നെ ഒരു 6 മാസം ചിലപ്പോൾ തുറക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു വരും. അങ്ങനെയൊക്കെ ഒരു അവസൂത വൃത്തി പോലെയായിരുന്നു. ഇന്ന സമയത്ത് പുറത്തു വരും, ഇന്ന സമയത്ത് അകത്തിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്ത് ഈ സ്വാമികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പണം സ്വാമികളുടെ പേരില് രാജാവ് കൊടുക്കും, മൈസൂർ രാജ. അത് മഠത്തിന്റെ പേരിലല്ല. അതായത് അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തിനു വേണമെങ്കിലും അത് കൊടുക്കാം. അവർക്ക് സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല, എന്തെങ്കിലും സത്കാര്യത്തിന് വേണ്ടി ചെലവാക്കാം. അപ്പൊ അത് സ്വാമികളുടെ സെപ്പറേറ്റ് ആണ്. പക്ഷേ ഓരോ വർഷവും കൊടുക്കുന്നത് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ കാലത്തിൽ എത്ര വർഷം അദ്ദേഹം പീഠാധിപതിയായോ അത്രയും വർഷത്തെ പണം അവിടെ കെട്ടിക്കിടക്കണം. തൊട്ടിട്ടേയില്ല, ഒരു കാര്യത്തിനും ചെലവാക്കിയിട്ടില്ല. അപ്പൊ ഈ ശ്രീകണ്ഠ ശാസ്ത്രികൾ ഒരു ദിവസം വന്ന് സ്വാമികളോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയില് ആ സീൻ മുഴുവൻ ഇട്ടുണ്ട്. എന്ന് ചോദിക്കണം, അങ്ങയുടെ പേരിലുള്ളത് മുഴുവൻ അങ്ങനെ കിടക്കണോ പണം? എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. സ്വാമികൾ പറഞ്ഞു, അത് അവിടെ കിടക്കട്ടെ. അതെന്തിനെങ്കിലുമൊക്കെ ചെലവാക്കാലോ, അങ്ങക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ. അല്ല, നല്ല കാര്യത്തിന് ഏതിനെങ്കിലും ചെലവാക്കാലോ. അതിന് പറഞ്ഞില്ലേ, എന്താ അങ്ങക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്നാലും സ്വാമികൾ ഏതെങ്കിലും ഒന്ന് സജഷൻ ചെയ്താൽ അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കാം. എനിക്ക് പറയാൻ സങ്കല്പമൊന്നുമില്ല. ഇന്ന് നല്ല കാര്യം ഏതെങ്കിലും ചെയ്യാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയൂ. നല്ല കാര്യം ചീത്ത കാര്യം ഒന്നുമില്ല. ഇതായിരുന്നു ഉത്തരം. അപ്പോ ശ്രീകണ്ഠ ശാസ്ത്രികൾ ചോദിച്ചു, ഇത്രയും വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം, ഏതെങ്കിലും ഒരു വിഷയം ചെയ്യണമെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ സ്വാമികൾ പറഞ്ഞു, അങ്ങ് ചോദിക്കുന്നത് കൊണ്ട് പറയാം. ഒരു 3 വർഷം മുമ്പ് എന്തോ ചണ്ഡി ഹോമമോ എന്തിന്റെയോ ഒരു സങ്കല്പം ഉദിച്ചു. ബ്രാഹ്മണർക്ക് കുറച്ച്
വേദാധ്യയനം ചെയ്തവർക്ക് കുറച്ച് ഭോജനം കൊടുത്ത് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം എന്നൊരു സങ്കല്പം തോന്നിയിരുന്നു. പിന്നെ എന്താ ഞങ്ങളോട് പറയാത്തത് ചോദിച്ചു. നിങ്ങളോട് പറഞ്ഞാൽ എന്തു പ്രയോജനം? അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. എന്നുവെച്ചാൽ ആ പ്രവൃത്തി പോലും സങ്കല്പം പ്രവൃത്തിയായിട്ട് തന്റെ ഇച്ഛപ്പടി ഉണ്ടാവരുത് എന്നാണ്. ഇതോടെ ശ്രീകണ്ഠ ശാസ്ത്രിക്ക് ഒരു ക്ലൂ ഉണ്ടായി. അദ്ദേഹം സ്വാമികൾ ഇച്ഛിച്ച പോലെ തന്നെ പോയി കർമ്മം ചെയ്തിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തു. അങ്ങ് ഇച്ഛിച്ച പോലെ തന്നെ ചണ്ഡിഹോമമോ എന്തോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അത് ചെയ്തു എന്ന് പറഞ്ഞു വന്ന് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തിട്ട് ശ്രീകണ്ഠ ശാസ്ത്രികൾ തിരിച്ചു പോകുമ്പോ താങ്ക്സ് എന്ന് പറഞ്ഞു അത്രേ. നന്ദി. എന്തിനാ നന്ദി എന്ന് വെച്ചാൽ ഇത് ചെയ്തതിനല്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അത് അനുഷ്ഠിച്ചു എന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സന്തോഷമുണ്ടായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയും സന്തോഷം സന്താപം എന്നുള്ള അവസ്ഥയെ കടന്ന് ഞാൻ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാവാൻ എന്നെ സഹായിച്ചതിന് നന്ദി. അപ്പൊ എത്ര ജാഗ്രതയായിട്ട് ഇരിക്കണം നോക്കണം. ഉള്ളിലുണ്ടാവുന്ന ചിത്തവൃത്തികളിലും രാഗത്തിലും ദ്വേഷത്തിലും ആസക്തിയിലും. അപ്പൊ ജീവൻ മുക്തന്മാരുടെ സീക്രട്ട് എന്താണ്? ഇതാണ്, ചിത്തവൃത്തിയിൽ പിശുക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ചിത്തവൃത്തിയിൽ പിശുക്കാവുമ്പോ ആനന്ദം ഉള്ളിൽ പൊന്തി 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 വരും. ലോകകാര്യം നടക്കാൻ നമ്മളുടെ ചിത്തവൃത്തികളൊന്നും ആവശ്യമില്ല, അത് ഈശ്വര ഇച്ഛയാ നടക്കും. നമ്മളുടെ ചിത്തവൃത്തികൾ വാസ്തവത്തിൽ ഒരു പ്രയോജനവുമില്ല. എന്തൊക്കെ ഫിസിക്കൽ പ്ലെയിനിൽ നടക്കാനുണ്ടോ അതൊക്കെ നടന്നേ ഒക്കൂ. പിന്നെ ചിത്തവൃത്തികൾ കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറച്ച് ടെൻഷൻ ആവാം, അത്രയേ ഉള്ളൂ. വെളിയിലുള്ള കാര്യങ്ങളെയൊക്കെ ഉള്ളിലെടുത്ത് അവിടെ കുറെ കുഴച്ചിട്ട് വെളിയിൽ വിടും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സദാ. ആ ഉള്ളിലേക്ക് എടുക്കണത് അങ്ങോട്ട് നിന്നാൽ രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ മനസ്സിൽ ചിത്തവൃത്തികൾ ഉദിക്കില്ല. എപ്പോഴും ചിത്തവൃത്തി ഉദിക്കാനുള്ള മൂല കാരണം ഈ വെറുപ്പും ആസക്തിയുമാണ്. ബ്രെയിൻ സെന്റർ ഈ വെറുപ്പും ആസക്തിയുമാണ് സദാ ചിത്തവൃത്തികളെ പൊന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് രാഗം ദ്വേഷം. ആ രാഗം ഏതിനോടുണ്ടോ അത് മനസ്സിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. ദ്വേഷമുണ്ടെങ്കിലും പൊന്തും. രാഗദ്വേഷമില്ലാത്ത വസ്തുക്കളെ കുറിച്ച് നമ്മൾ വിചാരിക്കൊന്നുമില്ല. യാതൊരു വിധത്തിലും നമ്മൾ ബന്ധപ്പെടാത്ത വസ്തുക്കളെ നമ്മൾ സങ്കല്പിക്കുമോ? ഒരിക്കലും സങ്കല്പിക്കില്ല, അല്ലെ? അപ്പോ ചിന്താരഹിത സത്സംഗവും നമുക്ക് ചിന്താരാഹിത്യത്തിന് വേണ്ടിയാണ്. സത്സംഗത്തിലിരിക്കുമ്പോ ഫോർ ദാറ്റ് മൊമെന്റ് നമ്മളുടെ എഫേർട്ട് കൂടാതെ നിശ്ചലമായി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് സാധാരണ ഞാൻ ഈ വേദാന്ത പ്രഭാഷണത്തിന് എഴുതാൻ സമ്മതിക്കില്ല. എഴുതിയാൽ നഷ്ടപ്പെട്ടു പോകും, മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. കേട്ടതിന്റെ പ്രയോജനമൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്താണ്? മെമ്മറിയാണ്. മെമ്മറിയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തേക്ക് വെക്കണു, അടുത്ത മൊമെന്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ സ്റ്റോറിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ, അത് ലൗകിക വിദ്യാഭ്യാസത്തിന് കൊള്ളാം, ഇതിൽ കൊള്ളില്ല. സത്സംഗത്തിലിരിക്കുമ്പോൾ നിശ്ചലം, ഒന്നും നമ്മൾ മനസ്സിലാക്കണ്ട, കേട്ടാ മതി. കേൾക്കുമ്പോ ഇന്നലെ പറഞ്ഞ പോലെ നേരെ അഗാധ തലത്തിലേക്ക് പോയിക്കോളും, ഉള്ളിലേക്ക് പോയിക്കോളും. അത് എപ്പ ഏത് വേണമോ അത് പൊന്തി വരും. നിശ്ചലത, സൈലൻസ് ഉണ്ട്. അതാണ് ആചാര്യസ്വാമികളും സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻമുക്തി എന്ന് പറഞ്ഞത്. സത്സംഗത്തിന്റെ പരമപ്രയോജനം നിശ്ചലതത്വം, സൈലൻസ്. ആ നിശ്ചലതയിൽ നിന്നും ജീവൻമുക്തി. നിശ്ചലത പരിപാകപ്പെട്ട് വാസനാശൂന്യമായ സ്ഥിതിയാവും. നിശ്ചലമാവുമ്പോ ചിന്താരഹിതോ, ചിന്തകളില്ലാതാവുമ്പോ ഹൃദാഖ്യ, ഹൃദയം എന്ന ആ കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങും. ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങിയാൽ മനസ്സ് വേണ്ട എന്നാണ്. ഹൃദയം പ്രവർത്തിക്കുന്ന ആളുടെ മനസ്സ് പകൽ സമയത്തിലെ ചന്ദ്രനെ പോലെയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ചിലപ്പോഴൊക്കെ കാണും ആകാശത്തിലല്ലേ, പക്ഷെ എന്ത് കാര്യം? പ്രയോജനമുണ്ടോ? സൂര്യനിന്റെ വെളിച്ചം എടുത്തിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അതുപോലെ ഹൃദയത്തിന്റെ വെളിച്ചം എടുത്തിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സിന് സ്വയമേവ വെളിച്ചമില്ല, ഹൃദയത്തിന്റെ വെളിച്ചം കടമെടുത്താണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഹൃദയം സ്വയമേവ പ്രവർത്തിക്കുമ്പോ
മനസ്സ് ഒന്നും വലിയ കാര്യമില്ല. അപ്പോ ചിന്താരഹിത ഹൃദാഖ്യ കഥം സ്മരാമഹ തമമേയമേകം. ആ ആത്മാവിനെ എങ്ങനെ സ്മരിക്കും? തസ്യ സ്മൃതി, ആത്മാവിനെ സ്മരിക്കുക എന്ന് വെച്ചാൽ തത്ര നിഷ്ഠ, ദൃഢൈവ നിഷ്ഠ, ദൃഢമായ നിഷ്ഠ. ആ ദൃഢനിഷ്ഠ എങ്ങനെ വരും? അതിനുള്ള വഴി എന്താ? നമ്മളുടെ ഉള്ളിലേക്കുള്ള റോഡ് നമുക്ക് തെളിഞ്ഞു കിട്ടണമല്ലോ. പുറമേക്കുള്ള റോഡൊക്കെ തെളിഞ്ഞു കിട്ടുന്നു. ഉള്ളിലേക്കുള്ള റോഡ് എങ്ങനെ തെളിഞ്ഞു കിട്ടും? ഉള്ളിലേക്കുള്ള റോഡ് തെളിഞ്ഞു കിട്ടാൻ എന്താ വഴി? നല്ലവണ്ണം ശ്രദ്ധിക്കാം. ഏകാഗ്രമായിട്ട് ഏകാന്തത്തിൽ ഇരുന്ന് ദിവസം ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് ശ്രമിക്കുക. നമ്മളുടെ വ്യക്തിത്വത്തിനെ തന്നെ നോക്കുക. ശരീരം, പിന്നെയോ ഉള്ളിലുള്ള മനസ്സ്, ചിത്തവൃത്തികൾ, ഇതിനൊക്കെ അലേർട്ടായിട്ട് വളരെ ജാഗ്രതയോടുകൂടെ വീക്ഷിക്കുക. വീക്ഷിക്കുമ്പോ തന്നെ അത് വേറെ ഞാൻ വേറെ ആയിക്കഴിഞ്ഞു. ക്രമേണ ആ വ്യക്തിബോധം, ഇതിന്റെ ഉള്ളില് സദാ ഞാൻ 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 എന്ന് തോന്നുന്ന വ്യക്തിബോധം, കണ്ണു തുറന്ന കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ ശബ്ദം കേൾക്കണു, മൂക്കിലൂടെ മണക്കണു, നാക്കിലൂടെ രുചിക്കണു, ത്വക്കിലൂടെ സ്പർശിച്ചാൽ അറിയണു. ആരറിയണു എന്ന് ചോദിച്ചാൽ ഞാൻ അറിയണു. എല്ലാത്തിനും ഞാനാണ്. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത്. നചികേതസ്സിന് യമധർമ്മൻ കൊടുക്കുന്ന ആദ്യത്തെ ക്ലൂവാണ്. നചികേതസ് ചോദിച്ചു യമധർമ്മനോട്, ആത്മാവേതാണ്? യമൻ പറഞ്ഞു, കുഞ്ഞെ, ഏതുള്ളതുകൊണ്ട് കണ്ണ് കാണുന്നുവോ, ഏതുള്ളതുകൊണ്ട് ചെവി കേൾക്കണമോ, ഏതുള്ളതുകൊണ്ട് മൂക്ക് മണക്കണമോ, ഏതുള്ളതുകൊണ്ട് നാക്കു രുചിക്കണോ, ഏതുള്ളതുകൊണ്ട് ത്വക്ക് സ്പർശിക്കുന്നു, ഏതുള്ളതുകൊണ്ട് ശരീരത്തിലൂടെ ഭോഗം അനുഭവിക്കുന്നുമോ, ഏതാണോ ഈ സകല ഇന്ദ്രിയങ്ങൾക്കും കേന്ദ്രസ്ഥാനമായി നിന്നുകൊണ്ട് സുഖത്തിന്റെ ഉറവിടമായിട്ടിരിക്കുന്നത്, ആ കേന്ദ്രസ്ഥാനമായ ഞാൻ, ബോധം, പ്രതിബോധം, വ്യക്തിബോധം, പ്രജ്ഞ, ജ്ഞപ്തി, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ കേന്ദ്രസ്ഥാനം ഏതദ്വൈ തത്, ഇവിടെ കിടക്കണു കുളു. ഇവിടെ അങ്ങോട്ട് മുട്ടിക്കൊണ്ടേയിരിക്കുക. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺഡ്. മുട്ടുവിൻ തുറക്കപ്പെടുന്നു പറഞ്ഞു. ഇവിടെ പുറത്തൊന്നും പോയി മുട്ടണ്ട, അകത്ത് മുട്ട. മുട്ടണ ആളും തുറക്കണ ആളും ഒക്കെ ഒന്ന് തന്നെ. മുട്ടണ ഒരാളും തുറക്കണ വേറെ ഒരാളും ഒന്നുമില്ല. ഒരാൾ മുട്ടിയത്രേ കുറെ നേരം. മുട്ടിക്കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ തുറക്കണേ ഇല്ല. അപ്പൊ കരഞ്ഞു, ഞാൻ ഇത്ര നേരം മുട്ടിയിട്ട് എന്താ തുറക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഒരു അശരീരി കേട്ടു അത്രേ, നിങ്ങൾ അകത്തിരുന്നിട്ടാ മുട്ടണതാണ്. എപ്പോഴാ അകത്ത് പോയത്? തുറക്കാനൊന്നുമില്ല. ഓൾറെഡി യു ആർ ഇൻ. തുറക്കാനും അകത്ത് പോവാനൊന്നുമില്ല. മുട്ടിക്കൊണ്ടേയിരിക്കുക. എവിടെയാ മുട്ട? ഞാൻ എന്നെ തന്നെ മുട്ടണം. എന്നെ കുറിച്ച് എനിക്ക് എന്തറിയോ അവിടെ വെച്ച് മുട്ടുക. ഇതെങ്ങനെ ചെയ്യണം? ടെക്നിക്കൊന്നും ചോദിക്കരുത്. ഒരാൾ ചോദിച്ചു, കുളത്തിന്റെ കരയിൽ നിന്നിട്ട് നീന്തൽ എങ്ങനെയാണോ ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കിടക്കണം, കൈയിട്ടടിക്കണം, കാലിട്ടടിക്കണം, ഇത്രയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയും പിന്നെയും ചോദിച്ചാൽ എന്ത് ചെയ്യണം? പിടിച്ച് വെള്ളത്തിലെടുത്തിടണം, അല്ലെ? ഒരു 10 പ്രാവശ്യം വെള്ളം കുടിച്ച് മുങ്ങി പൊങ്ങുമ്പോ തനിയെ പഠിക്കണം തോന്നും. ഒരു വെപ്രാളം വരും. അതുപോലെ ഉള്ളിലുള്ള ഈ വെള്ളത്തിലേക്ക് ചാടണം. ഒന്ന് പരിശ്രമിക്കണമെങ്കിൽ അതേ വഴിയുള്ളൂ. അല്ലാതെ കരയ്ക്ക് നിന്നിട്ട് പറ്റണില്ലല്ലോ, സാധിച്ചില്ലല്ലോ, ഒന്നും പ്രയോജനമില്ല. ആ ഉള്ളിലുള്ള വെള്ളത്തിലേക്ക് ചാടണം. ആ ഒന്ന് സ്ട്രഗിൾ, ഒന്ന് കിടന്ന് പടയുക. അവിടെ പടയുമ്പോ നമുക്ക് വഴി തെളിഞ്ഞു കിട്ടും. ആ വഴി തെളിയാനുള്ള എന്താണ്? യേശുക്രിസ്തുവിന് ഒരു വാക്ക് പല സ്ഥലത്തും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അവർക്ക് അർത്ഥമൊന്നും പിടികിട്ടിയിട്ടല്ല എഴുതണത്. അവരെഴുതിയത് ക്രിസ്തു മാത്രം വഴി എന്നുള്ള അർത്ഥത്തിലാണ് എഴുതണത്. ഐ ആം ദ വേ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ വേ. ഞാനാണ് വഴി. അതുപോലെ നമുക്ക് ഞാൻ ആണ് വഴി. ക്രിസ്തു കൃഷ്ണനും ഒക്കെ ഞാൻ എന്ന് പറയുമ്പോ ഈ സ്വരൂപത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയണത്. ഈ ഞാൻ എന്നുള്ള പ്രജ്ഞയാണ് വഴി, ഞാൻ എന്നുള്ള സ്ഫൂർത്തിയാണ് വഴി. നമുക്ക് വ്യക്തം. ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞു, ആത്മാ ആർക്കും അസിദ്ധമായ വസ്തുവല്ല. ആത്മാവിനെ തെരയാൻ ഊഹമോ ആത്മാവിനെ തെരയാൻ ഭാവനയോ ഒന്നും ആവശ്യമില്ല. അഹം രൂപേണ പ്രസിദ്ധത്വാത്. അഹം രൂപേണ എല്ലാവർക്കും സിദ്ധമായ വസ്തു. അതിലിപ്പോ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ ആയി കൂട്ടിക്കുഴച്ചിരിക്കുന്നു. പക്ഷെ ശരീരമോ മനസ്സോ ഒന്നും ഞാനല്ല എന്ന് തെളിഞ്ഞു.
പിന്നെ ഞാൻ എന്നുള്ള വ്യക്തിബോധത്തിനെ ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആ വ്യക്തിബോധത്തിൽ വ്യക്തിബോധം കൊണ്ട് വ്യക്തിബോധമായി നിന്നു നോക്കാം. തന്നിൽ താനാകവേ തന്മയനിഷ്ഠൈ സന്തതം ചലിപ്പര സന്തോഷമാകവേ. മഹർഷിയുടെ വാക്കുകളാണ്. സന്തതം എപ്പോഴും, ചലിപ്പറ എന്ന് വെച്ചാലോ ക്ഷീണിച്ചു പോകരുത് എന്നാണ്. സന്തോഷമാകവേ, ആനന്ദമായിട്ട് ഈ ആത്മവിചാരം, ഈ സെൽഫ് എൻക്വയറി, ആ ഓരോരോ പ്രാവശ്യം മനസ്സ് ചെന്ന് ഉള്ളിൽ മുങ്ങുമ്പോഴും സ്വാത്മതീർത്ഥത്തിൽ മുങ്ങുക എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഈ സ്വാത്മതീർത്ഥത്തിൽ ഓരോരിക്കൽ ചെന്ന് ഈ ബുദ്ധി മുങ്ങുമ്പോഴും ആനന്ദമാണ്. യു വിൽ ബി റിഫ്രഷ്ഡ്. ഇത് സതതം പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഉള്ളിലുള്ള ഈ സ്വരൂപത്തിനെ, ഇതൊരു അന്തമില്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ യാത്ര ചെയ്യുന്ന ആളങ്ങോട്ട് പോകും. പിന്നെ അനുസ്യൂതമുള്ള യാത്രയാണ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഇതിന് ഉത്തരവൊന്നും കിട്ടില്ല. ഭാവന ചെയ്യരുത്. നമ്മളൊക്കെ ഈ വാക്കുകളെ തിന്ന് 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 തന്നെ കേടുവന്നു പോയിരിക്കും. ആത്മാ ബ്രഹ്മം എന്നൊക്കെ റെഡിമെയ്ഡ് ഉത്തരം, ഒരു ഉത്തരവും പ്രയോജനപ്പെടില്ല. ഈ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഈ ചോദ്യം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയും പ്രഭാഷണം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ചോദ്യത്തിനൊന്ന് പിടിക്കാം, മന്ത്രം പോലെ പിടിക്കാം. ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോ, മന്ത്രജപം ചെയ്യുകയാണെങ്കിൽ ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഒന്ന് ശാന്തമായാൽ ഒരു മിനിറ്റ് നിർത്താം. എന്നിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ്, ഈ ജപം ചെയ്യുന്ന ആളാരാണ്, ഉള്ളിൽ ആരോ ജപിക്കുന്നുവല്ലോ, അയാൾ ആരാ? ഈ ചോദ്യം ഇങ്ങനെ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ഉള്ളില് യഥാർത്ഥമായി നമ്മൾ ഒരു കേന്ദ്രത്തിനെ സ്പർശിക്കും. അതാണ് ഗുരു, ഗുരുതത്വം. അത് സ്പർശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ സന്ദിഗ്ധമായ ഘട്ടത്തില് ഈ ചോദ്യം ഉള്ളുന്ന് പൊന്തും. നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വിഷമം ആർക്കാണ്, ഈ ദുഃഖം ആർക്കു വരുന്നു എന്ന് ചോദിക്കുമ്പോ തന്നെ നമ്മൾ കാണാം ഈ വ്യക്തി ബോധം, ഈ ജീവത്വഭാവന വെറും ഒരു മൂലാവിദ്യയാണ്. അത് ഉണ്മയാണെന്ന് കരുതിയിട്ടാണ് എനിക്ക് ദുഃഖം, എനിക്ക് വിഷമം, എന്റെ ജീവിതം, എന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയണതേ. മഹർഷി പറയണത് കള്ളൻ പോലീസിന്റെ വേഷം കെട്ടി കള്ളനെ തെരയണ പോലെ എന്നാണ്. കള്ളൻ തന്നെ പോലീസ് വേഷം കെട്ടി എന്നിട്ട് കള്ളനെ തെരയാണ്, കിട്ടുമോ? അയാൾ തന്നെയാ കള്ളൻ. അതുപോലെ ഈ അഹങ്കാരം ഉണ്ട് എന്ന് അംഗീകരിച്ചിട്ട് അഹങ്കാരത്തിനെ അംഗീകരിച്ച ശേഷം ആ അഹങ്കാരം ബ്രഹ്മത്തിനെയോ ഈശ്വരനെയോ ഒന്നും തെരഞ്ഞാൽ കിട്ടില്ല. ഈ അഹങ്കാരത്തിനെ തന്നെ സമ്മതിച്ചു കൊടുക്കരുത്, ഉണ്ടെന്ന് സമ്മതിക്കരുത്. അതെവിടെ എവിടെ പൊന്തുണു, എവിടെ പൊന്തി ആരാഞ്ഞാൽ ഇല്ല, ആരാഞ്ഞാൽ അത് പൊന്തില്ല. ആരായൽ വിട്ടാൽ ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ പൊന്തും, ശ്രദ്ധ അവിടുന്ന് ഇങ്ങോട്ട് ചലിച്ചാൽ പൊന്തും. ശ്രദ്ധ അവിടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ അത് പൊന്തില്ല. ഇതിനുള്ള ശ്രദ്ധ ആർക്കുണ്ടാവണോ അതിന് പേരാണ് ചിത്തശുദ്ധി. അല്ലാതെ ചിത്തശുദ്ധി എന്ന് പറയണത് വേറെ ഒന്നുമല്ല. കർമ്മയോഗം കൊണ്ടൊക്കെ നിഷ്കാമ്യ കർമ്മം കൊണ്ടൊക്കെ മനുഷ്യന് ചിത്തശുദ്ധി ഉണ്ടാവണു. ചിത്തശുദ്ധിയുടെ ലക്ഷണം തന്നെ തൈര് കടയുമ്പോ തൈരിൽ നിന്ന് വെണ്ണ പിരിഞ്ഞു വരണ പോലെ നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ ഞാൻ എന്നുള്ള സ്ഫൂർത്തി വേർപിരിഞ്ഞു പൊന്തി വരും. അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് ഈ അഹം സ്ഫൂർത്തി, ഞാൻ എന്നുള്ള സ്ഫൂർത്തി, പൾസേഷൻ, സ്പന്ദനം വേർപിരിഞ്ഞു പൊന്തി വരും. ആ സ്ഫൂർത്തിയാണ് നമുക്കൊരു വഴികാട്ടി, സത്യത്തിലേക്കുള്ള വഴികാട്ടി. ആ സ്ഫൂർത്തിയെ ഗ്രഹിക്കാതെ, ആ സ്ഫൂർത്തി തന്നെയാണ് ഈ ശക്തിപ്രസരം. ആ സ്ഫൂർത്തി നിറഞ്ഞു നിൽക്കും എന്നാണ് ജീവൻ മുക്തന്മാരിൽ. മഹർഷി ഒരിടത്ത് പറയുന്നു, ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ദ ഹോൾ ബോഡി വിൽ ബിക്കം എ ഫോഴ്സ്, എ കറണ്ട്. ആ വ്യക്തിബോധത്തില് ആ ശരീരം തന്നെ ഈ അനുഭൂതി നിറഞ്ഞു നിൽക്കും, ഈ സ്ഫൂർത്തി കൊണ്ട് നിറഞ്ഞു നിൽക്കും. യു ക്യാൻ ഫീൽ യുവർ സെൽഫ് വൺ വിത്ത് ദ വൺ ദാറ്റ് എക്സിസ്റ്റ്. The whole body becomes a mere power, a force current. Your life becomes a needle drawn to a huge mass of magnet. And as you go deeper and deeper, you become a mere center. And then not even that, for you become a mere consciousness. There are no thoughts or cares any longer. They were shattered at the threshold. It is an inundation. You, a mere straw,
you are swallowed alive. But it is very delightful, for you become the very thing that swallows you. This is the union of Jiva with Brahman, the loss of ego in the real self, the destruction of falsehood, the attainment of truth. ഉണങ്ങിയ വൈക്കോല് തീയിൽ കത്തി ഇല്ലാതാവുന്ന പോലെ ഈ ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഈ വ്യക്തിബോധം ഇല്ലാതായിട്ട് തീരുന്നു. പിന്നെ ഈ അഹം സ്ഫൂർത്തിയുടെ പ്രസരം അനുഭൂതി മണ്ഡലം മുഴുവൻ വ്യാപിക്കും. മനസ്സിനെ കുറച്ചായിട്ട് അത് വിഴുങ്ങിക്കളയും. മനസ്സ് എന്ന് പറയുന്ന ഈ വികാര ചലനത്തിനെയാണല്ലോ നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതി മണ്ഡലത്തില് വികാരത്തിന്റെ ചലനത്തിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. പലതിനെയും കാണുമ്പോൾ ഉള്ളിൽ പൊന്തുന്ന വികാരങ്ങൾ, ഈ വികാരങ്ങളെയൊക്കെ ക്രമേണ ഈ പ്രജ്ഞ, ഈ ജ്ഞപ്തി വിഴുങ്ങിക്കളയും. ആ ജ്ഞപ്തി അവസാനം സ്വയമേവ ഞാനായിട്ട് പ്രകാശിക്കും. പിന്നെ ആ ജ്ഞപ്തിയാണ് ഞാൻ, അല്ലാതെ ഈ വ്യക്തിബോധമോ അഹങ്കാരമോ അല്ല. അപ്പോ ഈ ദൃഢൈവ നിഷ്ഠ, അതാണ് മഹർഷി പറഞ്ഞത്, ദൃഢൈവ നിഷ്ഠ. നിഷ്ഠ എപ്പോ ദൃഢമാവെന്ന് വെച്ചാൽ ഈ നിഷ്ഠ പാലിക്കുന്ന ആളില്ലാതാവുമ്പോ. എത്ര കാലം ഞാൻ ഉണ്ടോ അത്ര കാലം പോക്കും വരവും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പോയി അഹംബോധം പ്രകാശിക്കുന്നുവോ, സ്വരൂപം പ്രകാശിച്ചോ, അതോടെ ഈ ചലനമൊക്കെ നിന്നു. ഇഹൈവ തൈർജിത സർഗ ഏഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിതേ സ്ഥിതാഹ. ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ്. ഇഹൈവ, ഇവിടെ തന്നെ ശരീരത്തിലുള്ളപ്പോ തന്നെ അവര് ജനനം മരണം എന്നുള്ള ചക്രത്തിനെയൊക്കെ ജയിച്ചിരിക്കുന്നു. സ്ഥിത സർഗ, ആര്? ഏഷാം സാമ്യേ സ്ഥിതം മനഃ, ആരുടെ മനസ്സാണോ ഈ വികാരചലനം ഒക്കെ അസ്തമിച്ച് അഹംവൃത്തിയുടെ ഓപ്പറേഷൻ മുഴുവൻ അസ്തമിച്ച് അഹം സ്ഫൂർത്തി തെളിഞ്ഞ് സ്ഫൂർത്തിമയമായിട്ട് നിൽക്കുന്നു, അവര് സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. സാമ്യേ സ്ഥിതം മനഃ, സമദർശിത്വത്തിൽ വന്ന് നിൽക്കണു. എന്താന്ന് വെച്ചാൽ സമത്വം തന്നെയാണ് യോഗം. നമുക്ക് വ്യക്തമായ ലക്ഷ്യസ്ഥാനമുണ്ട്, ഓർക്കണം. ലക്ഷ്യസ്ഥാനം വൈകുണ്ഠം കൈലാസം എന്നൊക്കെ പറഞ്ഞ ഭാവന, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാലും ഭാവന. എന്താ ബ്രഹ്മജ്ഞാനം നമുക്കറിയില്ല. പക്ഷേ വ്യക്തമായി ഭഗവാൻ അതിനെ നിർവചിച്ചു. സമത്വം യോഗ ഉച്യത്തെ, ചലിക്കാത്ത പൂർണ്ണത, നിറഞ്ഞിരിക്കുന്ന സ്ഥിതി, ഒന്നും ആഗ്രഹിക്കാത്ത സ്ഥിതി, സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥിതി, ശാന്തി നിറഞ്ഞിരിക്കുന്ന പൂർണ്ണതയെ യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ സമത്വസ്ഥിതി ആരുള്ളിലെത്തിയിരിക്കുന്നുവോ അവര് ഇവിടെ തന്നെ ജനനം മരണം എന്നുള്ള ചക്രമൊക്കെ അസ്തമിപ്പിച്ചിരിക്കുന്നു. അതിനെ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ, ബ്രഹ്മസ്ഥിതി എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ബ്രാഹ്മീ സ്ഥിതി എന്നൊക്കെ. അത് ആദ്യത്തെ ശ്ലോകത്തിലെ മഹർഷി പറഞ്ഞു. സപ്രത്യയാഹ്യം നു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ കഥം സ്മരാമഹ തമമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. ഈ ശ്ലോകം എഴുതിയപ്പോ കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു, ഭഗവാനെ, ഈശ്വരൻ എന്നുള്ളൊരു പദമേ വന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് വിഷമം. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ രണ്ടാമത്തെ ശ്ലോകം അവിടെ എഴുതി ചേർത്തു. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർ മൃത്യുമുപൈതി പൂർവം അഥ സ്വഭാവാദ് അമൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോ അവകാശ. എല്ലാ വികാരങ്ങളും ഉള്ളില് തോന്നണത് അതിനു പുറകില് സദ്വസ്തു ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണമെങ്കിൽ തന്നെ എങ്ങനെ പറയും? ഞാനുള്ളത് കൊണ്ടല്ലേ പറയണത്. 10 ദിവസം വേദാന്തം കേട്ടിട്ട് എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണു. പക്ഷെ 10 ദിവസം വേദാന്തം കേട്ടിട്ട് മൈക്ക് എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണില്ല. ഇവിടുത്തെ ടേബിളോ ചെയറോ ഒന്നും പറയില്ല. അവർക്ക് അറിയും അറിയില്ല രണ്ടുമില്ല, വെറും ജഡം.
അറിയും എന്നും അറിയില്ല എന്നും രണ്ടും ചൈതന്യമാണ് പറയണത്. അപ്പോ സന്തം വിഹായ കിംനു, ആ സത്ത് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രതീതികളും, പ്രതീതി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ പ്രവർത്തനമാണ് പ്രതീതി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മാറ്റി നിർത്തിയാൽ ശുദ്ധമായ അനുഭവം. നമ്മളിപ്പോ ലോകത്തിനെ അനുഭവം, പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നു എന്നൊക്കെ പറയണു. വാസ്തവത്തിൽ അനുഭവമല്ല ഇത് പ്രതീതി. അനുഭവം വേറെ, പ്രതീതി വേറെ അല്ലേ? ഒരു കേടുവന്ന കണ്ണാടിയില് മുഖം കണ്ടാൽ, അല്ലെങ്കിൽ ഈ പൊന്തി നിൽക്കുന്ന കണ്ണാടി, അതിന് മുഖം കണ്ടാൽ മുഖം വികൃതമായിട്ട് കാണും, നീണ്ടിട്ടോ വളഞ്ഞിട്ടോ ഒക്കെ കാണും. നമ്മളുടെ മുഖം തന്നെയാണ് കാണുന്നത് എന്നുള്ളത് വാസ്തവം. പക്ഷെ ശരിയായ കാഴ്ചയാണോ? കണ്ണാടിക്കനുസരിച്ചുള്ള കാഴ്ച, പ്രതീതി. അതേപോലെയാണ് ഇപ്പൊ ലോകത്തിനെ കാണുന്നത്. ഇത് ശരിയായ കാഴ്ചയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇപ്പോഴത്തെ ലോകം. എത്ര ഇന്ദ്രിയങ്ങളുണ്ടോ അതിനനുസരിച്ച് ലോകം. നമുക്കിപ്പോ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതിനെ നമ്മൾ ലോകം എന്ന് പറയണം. ചില ജീവികളുണ്ട്, ഏകകോശ ജീവികളൊക്കെ ഉണ്ട്, ഒരു ഇന്ദ്രിയം മാത്രമുള്ള ജീവികളുണ്ട്, ഇന്ദ്രിയാനുഭവം നമ്മളെപ്പോലെ ഇല്ലാത്ത ജീവികളുണ്ട്. അവർക്ക് നമ്മളെപ്പോലെയല്ല ലോകം. സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്. സസ്യങ്ങൾ നമ്മളെപ്പോലെ ഒരു ലോകം അനുഭവിക്കണില്ല. അവരുടെ ലോകമേ വേറെ. അപ്പൊ ഇവിടെ ആര് കാണുന്ന ലോകമാണ് സത്യം? നമുക്കിപ്പോ 5 ഇന്ദ്രിയമുള്ളത് കൊണ്ട് ഇങ്ങനെ. ഇനി 6ാമതൊരു ഇന്ദ്രിയം കൂടെ കിട്ടിയാലോ ചിലപ്പോ വേറെ വല്ലതുമൊക്കെ അനുഭവപ്പെടും അല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചുള്ള പ്രതീതിയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഈ പ്രതീതി ഉണ്ടാവാൻ കാരണം എന്താ? അതിനു പുറകിൽ സത്യത്തിനെ 5ആക്കി കാണിക്കണോ? ഇപ്പോ സത്യം ആത്മ, സത്ത്, അതിനൊരിക്കലും നാശമില്ല, സദാ ശാശ്വതമായി ഉള്ള വസ്തു. അതുകൊണ്ടാണ് ആർക്കും അവരവർ ഇല്ലാതാവുന്നോ മരിക്കുന്നോ തോന്നാത്തത്. എത്ര മരണം കണ്ടാലും തോന്നണില്ല അല്ലേ? എത്ര മരണം കണ്ടാലും അവര് മരിക്കും എന്ന് ആർക്കും തോന്നണില്ല. കാരണം മരണമില്ല, അതിനൊരിക്കലും ഇല്ലാതാവാൻ പറ്റില്ല. ഉള്ള വസ്തുവാണത്. ഉള്ള വസ്തു എങ്ങനെ ഇല്ലാതാവും? ഇല്ലാത്ത വസ്തു ജനിക്കുകയുമില്ല, ഉള്ള വസ്തു ഇല്ലാതാവുമില്ല എന്നുള്ളത് ഒരു സിമ്പിൾ ഫാക്ട്. അതിന് ശാസ്ത്രം ഒന്നും വേണ്ട. എല്ലാവർക്കും അവരവരിൽ തന്നെ ഈ ഒരു ഉറപ്പുണ്ട്. നല്ല ഉറപ്പ് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് ഇതിനെക്കുറിച്ച്. ഇത് പറയാൻ കാരണം എനിക്ക് ഇതൊക്കെ പിന്നീട് ഓർമ്മ വന്നതാ. ഒരു 8 വയസ്സ് 9 വയസ്സുണ്ടാവും. ഇപ്പൊ വീട്ടിലിങ്ങനെ കുറേ മരണം നടക്കണം. അതിനേക്കാളും ചെറിയ പ്രായമായിരിക്കും ചിലപ്പോ, വയസ്സൊന്നും ഓർമ്മയില്ല. അപ്പൊ രണ്ടുപേര് തമ്മിൽ വർത്തമാനം പറയണം വീട്ടിലുള്ളവര്. ഒരാള് മറ്റേ ആളോട് പറയണു, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണു എന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണു? ഇല്ലാതാവണു. സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഇല്ലാതാവണു എന്ന് പറഞ്ഞു. ഇത് ചെവിയിൽ വീണു. ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുക. ചെവിയിൽ വീണ ഉടനെ ഇല്ലാതാവുക എന്നുള്ളത്, ഞാൻ ഇല്ലാതാവുക. ഇത് എത്ര ആലോചിച്ചിട്ടും ഞാനിപ്പോ ഉണ്ടല്ലോ, ഈ ഉള്ള ഞാൻ ഇല്ലാതാവുക എന്ന് വെച്ചാൽ ഇല്ലാതാവുക എന്ന് ആലോചിച്ചാലും പിന്നെ ഇരുന്നിട്ടല്ലേ ആലോചിക്കണത്. ഇല്ലാതാവുക എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാനേ പറ്റിയില്ല. ഇല്ലാതാവുക എന്ന് എങ്ങനെ സാധിക്കും? ഇല്ലാതാവാൻ എങ്ങനെ? അന്നൊന്നും ഈ ഗീതാശ്ലോകമൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഭഗവത്ഗീത എന്ന് തന്നെ കേട്ടിട്ടില്ല. പിന്നീടാണ് ഗീതയിൽ കണ്ടത്, നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദുഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിഭിഃ. അന്നത് വ്യക്തമായിട്ട് തെളിഞ്ഞു. ഇല്ലാതാവാൻ പറ്റില്ല എന്നാണ്. നീ ആത്മാന്നോ ബ്രഹ്മമെന്നോ ഗീതാന്നോ ഉപനിഷത്തോ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഈ വാക്ക് ഇല്ലാതാവുക എന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഇല്ലാതാവും? ഞാനുണ്ടല്ലോ,
ഉള്ള വസ്തു ഇല്ലാതാവുക എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ആലോചിക്കാൻ വയ്യ. സാധ്യമല്ല എന്നുള്ള ഉറപ്പാണത്. അപ്പോ സത്തിന് അസത്താവാൻ സാധ്യമേ അല്ല. സത്തിന് അസത്താവാൻ സാധ്യമല്ലെങ്കിൽ അസത്ത് ഒരിക്കലും ശാശ്വതമായ ഉണ്മയും ഉണ്ടാവില്ല അസത്തിന്. ആ സത്ത് നമ്മളുടെ ഹൃദയത്തിൽ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനുഭൂതി സ്വരൂപമായിട്ടിരിക്കുന്നു. അനുഭവപ്പെടുന്നു എന്ന് പറയാൻ പാടില്ല, അനുഭവിക്കണ ഒരാളില്ല അതിന്. അത് അനുഭൂതിയെ സ്വരൂപമായിട്ടിരിക്കണു സത്ത്. അതിന്റെ ബഹിപ്രകാശനത്തിനെയാണ് ഇന്നലെ പറഞ്ഞത് സ്ഫൂർത്തി എന്ന് പറഞ്ഞത്. ആ സത്തിന്റെ ബഹിപ്രകാശനമാണ് സ്ഫൂർത്തി. ഉള്ളിലുള്ള ആത്മാവിന്റെ ബഹിപ്രകാശനം, പുറമേക്കുള്ള പ്രകാശനമാണ് അഹം അഹം അഹം, ഞാൻ 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 എന്ന് സകല പ്രാണികളുടെ ഉള്ളിലും സ്പന്ദിക്കുന്നത്. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഃ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസീഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. ആചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തില് ഏഷാ മനീഷാ മമ അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ അനുഭവം എന്നാണ്. എന്താ അനുഭവം എന്ന് വെച്ചാൽ സ്ഫൂർത്തിം സദാഭാവയൻ, സകല പ്രാണികളുടെ ഉള്ളിലും, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ, അമീബ മുതൽ ബ്രഹ്മാവ് വരെ സകല പ്രാണികളുടെ ഉള്ളിലും അഹം അഹം ഇതി അന്തസ്ഫുടാഗൃഹ്യത്തെ എന്നാണ്. ഞാൻ ഞാൻ എന്നീ രീതിയില് അതീവ സ്ഫുടമായിട്ട് സുവ്യക്തമായിട്ട് ഏതൊന്നു ഗ്രഹിക്കപ്പെടുന്നുണ്ടോ, ബ്രഹ്മാദി പിപീലികാന്ത തനുഷു, ബ്രഹ്മ ആദി പിപീലിക അന്ത തനുഷു, ബ്രഹ്മാവ് ആരംഭിച്ച് പിപീലിക എന്നുള്ളതിന് നമ്മൾ വേണമെങ്കിൽ അമീബ എന്ന് പറഞ്ഞോളാം, ഏറ്റവും സൂക്ഷ്മമായ ഏകകോശ ജീവി വരെ സകല പ്രാണികളുടെ ഉള്ളിലും അഹം ഇതി സ്ഫുടാഗൃഹ്യത്തെ, ഞാൻ ഞാൻ എന്ന രീതിയിൽ സ്ഫുടമായി ഗ്രഹിക്കപ്പെടുന്നുണ്ടോ, യത് ഭാസ, അതുള്ളതുകൊണ്ട് ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ പ്രവർത്തിക്കണം അതിന്റെ സാന്നിധ്യമാത്രത്തിൽ. യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതാ ഇവ. അതുള്ളപ്പോ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണം. ഒരു ശരീരത്തിലേക്ക് നോക്കുമ്പോ, കണ്ണിലേക്ക് നോക്കുമ്പോ അതിനകത്ത് ഇതിന്റെ സ്ഫൂർത്തി കാണാം. ഉപനിഷത്ത് തന്നെ എങ്ങനെയാ പറയണം, കണ്ണില് കാണുന്ന പുരുഷൻ. അപ്പോ ആ സ്ഫൂർത്തിയെ, ആ സ്ഫൂർത്തിയുടെ മൂലസ്ഥാനമാണ് സ്വരൂപം. ആ സ്ഫൂർത്തി മനോമണ്ഡലത്തില് ചിത്തവൃത്തിയായിട്ട് പെരുകണു. ഈ സ്ഫൂർത്തി മനസ്സിന്റെ പ്ലെയിനില്, മനസ്സിന്റെ മണ്ഡലത്തില് തോട്ട് വേവ്സ് ആയിട്ട്, ചിത്തവൃത്തികളായിട്ട് പെരുകി വരണു. അത് ചിത്തവൃത്തികളായി പെരുകി ക്രമേണ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചമായി പെരുകി കാണുന്നു. അതാണ് ബ്രഹ്മൈവ അഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. വിസ്താരമാണ്. ഈ വിസ്താരത്തിന്റെ സാരം എന്താണ്? അഹം. സാരം അഹം ആണ്, വിസ്താരം പ്രപഞ്ചം. സാരമായിട്ടുള്ളത് അഹംബോധവും വിസ്താരം പ്രപഞ്ചവും. അപ്പൊ പ്രപഞ്ചം ചിത്തവൃത്തിയായിട്ട് ചുരുങ്ങും, ചിത്തവൃത്തി ക്രമേണ ആത്മാവായിട്ട് ചുരുങ്ങും, സ്വരൂപമായിട്ട് ചുരുങ്ങും. അപ്പൊ ആത്മസ്വരൂപത്തിലുള്ള നിഷ്ഠ, സാക്ഷാത്കാരം, അതിനുള്ള ക്ലൂ, അതിനുള്ള ഒരു സൂചനയാണ് ഇന്നലെ തന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു നേരം പോക്കായിട്ട് ചെയ്യാം. സന്തതം ചലിപ്പര സന്തോഷമാകവേ എന്ന് ഇന്നലെ മഹർഷിയുടെ വാക്കുകൾ. സദാ യാതൊരു വിധത്തിലും ചലിച്ചു പോവാതെ സന്തോഷമായിട്ട് ഞാൻ എന്താണ്, വെറുതെ കളിക്കുക അത് വെച്ചുകൊണ്ട് നോക്കുക. അത് ഉള്ളില് സത്യം തെളിഞ്ഞു കിട്ടുന്നവരെ അതിനിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളില്.
ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഋജുമാർഗം. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നു, രാമ, മനസ്സ് എന്ന് പറയുന്ന ഒരു വിഷവൃക്ഷം. ആ വിഷവൃക്ഷത്തിനെ വേര് പറിച്ചു കളഞ്ഞാൽ പോരാ, വിത്തിനെ കത്തിക്കണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെയും മുളയ്ക്കും. വേര് പറിച്ചു കളഞ്ഞാൽ പോലും പോരാ, വിത്ത് കത്തിക്കണം. എന്നാലേ അത് പിന്നെ മുളയ്ക്കാതെ ഇരിക്കുള്ളൂ. ആ വിത്ത് കത്തിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രാമ സ്വാത്മവിചാരോയം കോഹം സ്യാം ഇതി രൂപകഃ ചിത്ത ദുർദ്രുമബീജസ്യ ദഹനേ ദഹനസ്മൃതഃ. ഹേ രാമ, ഞാൻ ആരാണ് എന്നീ രീതിയിൽ ഡയറക്റ്റായിട്ട് ഈ അഹങ്കാരത്തിനെ പിടിക്കുന്ന ഈ മാർഗമുണ്ടല്ലോ, അഹംഗ്രഹ രൂപമായ ഈ മാർഗം ചിത്തമാവുന്ന ദുഷ്ടവൃക്ഷത്തിന്റെ വിത്തിനെ കത്തിക്കുന്ന അഗ്നിയാണ്. ഇതാണ് ഡയറക്റ്റ് മാർഗം. ഇവിടെ ഞാൻ ബ്രഹ്മം എന്ന് ധ്യാനിക്കലല്ല, ഞാൻ ആത്മാവാണെന്ന് ധ്യാനിക്കലൊന്നുമില്ല, ധ്യാനത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള മാർഗമല്ല. ഇവിടെ അന്വേഷിക്കുക, ഒന്നും ഭാവനയൊന്നും ചെയ്യേണ്ട, അന്വേഷിക്കുക. നമ്മളുടെ അനുഭവത്തിനെ അന്വേഷിക്കുകയാണ്. ഋജുവായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗം. ഞാൻ ഉണ്ട് എന്ന് അറിയുന്നു. മനസ്സിൽ അനേക ചിത്തവൃത്തികൾ പൊന്തുണു. ഈ ചിത്തവൃത്തികളൊക്കെ പൊന്തുമ്പോ ഈ ചിത്തവൃത്തികൾ ആർക്ക് പൊന്തുണു? എനിക്കാണ് പൊന്തണത്. എല്ലാ വിചാരങ്ങളും എനിക്ക് വരുന്നു. അപ്പൊ ഈ വിചാരിക്കുന്ന ഞാൻ ആരാണ്? ഈ ചിത്തവൃത്തികളൊക്കെ ഉണ്ടാവുന്ന ഈ ഞാൻ ആരാണ്? ഇപ്പൊ സദ്ദർശനത്തിൽ ഹൃദയ കൂട്ടുന്നില്ല. ഗീത അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം. 40 ശ്ലോകങ്ങൾ ഓടിക്കാൻ വയ്യ. എവിടെ നിൽക്കണോ അവിടെ നിൽക്കട്ടെ. അടുത്ത വർഷം പിന്നെയും നമുക്ക് നോക്കാം. ഈ ചിത്തവൃത്തികൾ, അനേക ചിത്തവൃത്തികൾ, ആ ചിത്തവൃത്തികൾക്കൊക്കെ മൂലമായ ചിത്തവൃത്തി അഹങ്കാരരൂപമായ ചിത്തവൃത്തി. ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഇല്ലാതെ മറ്റൊരു ചിത്തവൃത്തിയും വരാൻ സാധ്യമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്നുള്ളത് കൂടാതെ നീ, അവൻ ഒന്നും വരില്ല. ഉറങ്ങി എഴുന്നേക്കുമ്പോ പാലക്കാടുള്ള ആള് എറണാകുളത്ത് വന്ന് കിടക്കുമ്പോ, എറണാകുളത്താണ് കിടക്കുന്നത്, ഉറക്കത്തിൽ വല്ലതും അറിയോ? എഴുന്നേറ്റാൽ ആദ്യം ഞാൻ എന്നുള്ള ചിത്തവൃത്തി പൊന്തി, പിന്നെയാണ് ശരീരപ്രജ്ഞ വരുന്നതും, പിന്നെ എവിടെ കിടക്കണു ഒക്കെ അറിയും. അപ്പൊ ആദ്യം പൊന്തണത് അഹങ്കാരവൃത്തിയാണ്. പ്രഥമവികാരോ ഭവത്യഹങ്കാര. ഈ അഹങ്കാരം പ്രഥമവികാരമാണ്, ആദ്യത്തെ വികാരം. അത് പൊന്തിയ ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ പൊന്തണത്. ഈ ഐ തോട്ട് ചിത്തവൃത്തി പ്രഥമവികാരം. അപ്പൊ ഈ അഹങ്കാരത്തിന്റെ മൂലത്തിനെ വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി ആത്മതത്വം തെളിഞ്ഞു കിട്ടാനായിട്ട്. ഒരു ഇന്റലക്ച്വൽ പാത്തല്ല, തികച്ചും യൗകികമായ ഒരു മാർഗം. ഒരു ബുദ്ധിയുടെ തലത്തിലുള്ള കളിയല്ല, എന്തെങ്കിലും മനസ്സിലാക്കലോ അറിയലോ പുസ്തകം പഠിക്കലോ അല്ല. വളരെ സൂക്ഷ്മം. ഇതാണ് തപസ് എന്ന് മഹർഷി പറയും. ഇതാണ് തപസ് എന്നാണ്. ഒരിക്കല് ആന്ധ്രയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ സന്യാസ വേഷമൊക്കെ ധരിച്ച് രമണ മഹർഷിയെ കാണാൻ വന്നിരുന്നു. അനേകം ഭക്തന്മാരിയ്ക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു 3-4 ദിവസമായിട്ട് മഹർഷിയുടെ അടുത്ത് വന്നിരുന്നു. എന്തോ ചോദ്യം ചോദിക്കണം എന്ന പോലെ. സാധാരണ മഹർഷിയുടെ സന്നിധിയില് അടുത്തുള്ളവരാരും ചോദ്യമേ ചോദിക്കില്ല. അവർക്ക് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഈ ചോദ്യം ചോദിക്കണവരൊക്കെ കുറച്ച് അകന്നു നിൽക്കണവരാണ്. ഇപ്പൊ പുതിയതായിട്ട് വരുന്നവരൊക്കെ ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോ ഇദ്ദേഹം ഒരു അവസരത്തിന് കാത്തു നിന്നു. ഒരു സമയം കഴിഞ്ഞപ്പോ ചോദിച്ചു, സ്വാമി, ഞാൻ ആന്ധ്രയിൽ നിന്നാണ് വരണത്, എനിക്ക് തപസ് ചെയ്യണം. ആന്ധ്രയിലൊരു സ്വാമി എന്നോട് പറഞ്ഞു, രമണ മഹർഷിയോട് പോയി ചോദിച്ചാൽ എവിടെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് സ്ഥാനം കാണിച്ചു തരും. അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതെങ്കിലും ഒരു ഗുഹയോ തീർത്ഥക്ഷേത്രമോ നദിയുടെ തീരത്തിലോ അമ്പലമോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തപസ് ചെയ്യാനായിട്ട് പറയും എന്ന് വിശ്വസിച്ചിട്ടാണ് ചോദിച്ചത്.
അപ്പോ അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കണം, ഞാൻ എവിടെയാണ് തപസ് ചെയ്യേണ്ടത്, ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം. ഋഷി ഉത്തരം ഒന്നും പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ നേച്ചർ അതാണ്. ടോക്സ് വിത്ത് രമണ മഹർഷി വചനാമൃതം മലയാളത്തിലെ പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ആ പുസ്തകത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കാണാം, ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവേ ഉണ്ടാവില്ല, നോ ആൻസർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഉത്തരം പറയാൻ ഉണ്ടെങ്കിലേ ഉത്തരം വരുള്ളൂ, ഇല്ലെങ്കിൽ ഉത്തരമില്ല. വെറുതെ വാക്കുകൾ പറയുന്ന സമ്പ്രദായമേ ഇല്ല. ഇദ്ദേഹം ചോദിച്ചു, ഉത്തരമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം പിന്നെയും പിന്നെയും ചോദിച്ചു, അപ്പോഴും ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ മഹർഷിക്ക് നടക്കാനുള്ള സമയമായപ്പോ എഴുന്നേറ്റ് മുട്ടൊക്കെ ഒന്ന് പിടിച്ച് വടിയെടുത്തപ്പോ ഇയാള് കരഞ്ഞു. ആന്ധ്രയിൽ നിന്ന് മെനക്കെട്ട് ഞാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നു, എന്നോട് അവിടുത്തെ ഒരു സ്വാമി പറഞ്ഞു തപസ് ചെയ്യാനുള്ള സ്ഥാനം അറിയാൻ രമണ മഹർഷിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇത്രയും ദൂരം ഇരുന്നിട്ട് ചോദിച്ചിട്ട് ഒന്നും ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം എന്ന് ചോദിച്ചു, അദ്ദേഹം ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ. അപ്പൊ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തപസ് പണ്ണണമാ, വന്ന വഴിയേ പോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ ചെറുപ്പക്കാരന് വിഷമമായി. അദ്ദേഹം വിചാരിച്ച് തന്നെ ചീത്ത പറഞ്ഞതാണെന്നാണ്. മഹർഷിയുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഈ ഉപദേശത്തിന്റെ മാർഗം നല്ലവണ്ണം തെളിഞ്ഞു മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം അടുത്തുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടേണ്ട ഉപദേശം കിട്ടിക്കഴിഞ്ഞു, ഇതിനു മേൽ എന്തു വേണം? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ ഉത്തരം വ്യക്തം. തപസ് എന്ന് പറയുന്നത് ഗുഹയിൽ പോയി ഇരിക്കലോ, കുളത്തിന്റെ അടിയിൽ ഇരിക്കലോ, മരത്തിന്റെ ചോട്ടിലിരിക്കലോ അല്ല. തപസ് എന്ന് വെച്ചാൽ അഹമയം കുതോ ഭവതി ചിൻവത അയുപതത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. തപസ്സിന്റെ ലക്ഷണം അതാണ്. അഹമയം കുതോ ഭവതി ചിൻവത, ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് ആഴ്ന്ന് ഹൃദയത്തിൽ മുങ്ങിയാൽ ഐപതത്യഹം, ഈ അഹങ്കാരം എവിടെ നിന്ന് പൊന്തിയോ അവിടെ തന്നെ ലയിക്കും. അഹങ്കാരം ഉള്ളിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീഴും എന്നാണ്, പൊന്തുന്ന സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വീഴും. അഹമിനാശഭാജി, ആ അഹങ്കാരം നശിക്കുന്ന സ്ഥാനത്ത് തന്നെ മറ്റൊരു അഹം പൊന്തി വരും. അഹമഹം തയാ സ്ഫുരതി, സ്ഫുരണയാണ് അവിടെ, സ്ഫൂർത്തി. അത് അഹങ്കാരമല്ല, ഹൃത്സ്വയം, ആ ഹൃദയം തന്നെ അഹങ്കാരസ്ഥാനത്തിൽ പൊന്തി പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, പരമപൂർണ സത്ത്. പരമപൂർണമായ സത്ത് ആ അഹങ്കൃതിയുടെ സ്ഥാനത്ത് പ്രകാശിക്കും, പ്രജ്ഞ പ്രകാശിക്കും, ചിത് പ്രകാശിക്കും. അപ്പോ ഇതാണ് തപസ്. അപ്പോ അങ്ങ് ചോദിച്ചത് എന്താ? ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം ചോദിച്ചു. മഹർഷി പറഞ്ഞ ഉത്തരവോ വന്ന വഴിയേ പോ. ഈ അഹങ്കാരം ഏത് വഴിക്ക് വന്നുവോ ആ വഴിക്ക് തന്നെ അന്വേഷിച്ച് ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങൂ. അതെവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചാൽ ഹൃദയത്തിൽ നിന്നാണോ പൊന്തിയതെന്ന് നല്ലവണ്ണം മനസ്സിലാവും, തെളിഞ്ഞു കിട്ടും. അത് അന്വേഷിക്കുമ്പോ എവിടുന്ന് പൊന്തിയോ അവിടെ ലയിക്കും. ആ ലയം തപസ്സാണ്. ഇതാണ് ജ്ഞാന തപസ്. അഹങ്കാരം പൊന്താൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ജ്ഞാന തപസ്. നാഹം ഉദേതിയത്ര, ഇനി പറയാൻ പോകുന്നു. നാൻ ഉദിയാത് ഉള്ള നിലൈ, നാം അതുവായി ഉള്ള നിലൈ. ഞാൻ ഉദിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്ന ഇരുപ്പാണ് സമാധി. അത് തന്നെയാണ് ജ്ഞാന തപസ്. അപ്പോ അവിടെ ചിന്താരഹിതം, ചിത്തവൃത്തികൾ പൊന്തില്ല. അഹങ്കാരം ഉദിച്ചില്ലെങ്കിൽ ഒരു ചിത്തവൃത്തിയും ഉദിക്കില്ല. കാരണം എല്ലാ ചിത്തവൃത്തികളും എന്റെ ചിത്തവൃത്തികളാണ്, എനിക്ക് വേണ്ടിയാണ്. അല്ലാതെ ഒരു ചിത്തവൃത്തി വരില്ല. എല്ലാ ചിത്തവൃത്തിയും ഞാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ പൊന്തുള്ളൂ, അല്ലെങ്കിൽ സാധ്യമല്ല. എന്തും നോക്കിക്കോളൂ, എന്നോട് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ചിന്തിച്ചാലും ഏതെങ്കിലും വിധത്തിൽ അത് എന്നോട് ബന്ധപ്പെട്ടതാണ്. ഈ അഹങ്കൃതിയോട്, വ്യക്തിബോധത്തോട് ബന്ധപ്പെടാതെ ചിത്തവൃത്തി ഉണ്ടാവാൻ സാധ്യമല്ല.
യാതൊരു വിധത്തിലും ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിത്തവൃത്തി ഒന്നും ഉണ്ടാവില്ല. എത്ര കണ്ട് ഈ അഹങ്കാരത്തിന് അതിനോട് പറ്റുണ്ടോ, ആസക്തി ഉണ്ടോ, അത്ര കണ്ട് ചിത്തവൃത്തിക്ക് ബലവും കൂടും. ഇപ്പൊ ചിത്തവൃത്തികളൊക്കെ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അഹങ്കാരം ഉദിച്ചില്ലെങ്കിൽ ചിത്തവൃത്തി ഉദിക്കില്ല. അപ്പൊ അഹങ്കാരം ഉദിക്കാതിരിക്കാനും ആത്മപ്രകാശത്തിനായിട്ടും എന്താ വഴി? അതാണ് ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കൂ, ഹൃദയത്തിൽ നിഷ്ഠനാവൂ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇതല്ലെങ്കിലോ വേറെ എന്താ വഴി എന്നുവെച്ചാൽ അടുത്ത ശ്ലോകം അതാണ്. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർ മൃത്യുമുപൈതി പൂർവം അഥ സ്വഭാവാത് അമൃതേഷു തേഷു കഥം പുനർ മൃത്യുധിയോവകാശഃ. മൃത്യു, മരണം. മരണം എന്ന് വെച്ചാൽ എന്താ ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ, ആലോചിക്കാനേ പേടിയാണ് അല്ലെ. മരണത്തിനെ ആലോചിക്കാനേ പേടിയാണ്. മരണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വീട്ടിലുള്ളവർ വേണ്ടാത്തൊന്നും പറയണ്ടെന്ന് പറയും. മരണം അത്ര വേണ്ടാത്തതാണോ? വേണ്ടാത്തതാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയത് കൊണ്ട് അത് ഇല്ലാതായി പോവുമോ? മൃത്യു ഭഗവാന്റെ സ്വരൂപമാണ്. മൃത്യുഹു സർവഹരശ്ച അഹം. ഭഗവാൻ തന്നെ പറയണു മൃത്യു ഞാനാണെന്നാണ്. അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു അമൃതവും മൃത്യുവും സത്തും അസത്തും ഞാനാണ്. അപ്പോ മൃത്യുവിനെ അങ്ങനെ നിന്ദിക്കാനൊന്നും പാടില്ല. മൃത്യു എല്ലാവരുടെയും ഗുരുവാണ്. മൃത്യുവിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ ഒരുപാട് പാഠം. അപ്പൊ മരണം എന്ന് വെച്ചാൽ എന്താ? എന്ത് സംഭവിക്കണോ മരണത്തിന്? നമുക്ക് പുറമേക്ക് കാണുന്നത് എന്താ? ശരീരം ജഡമാവുന്നു. രമണ മഹർഷി നോക്കിയത് അതാണ് അല്ലെ. മരണം വന്നിരിക്കണു എന്നാണ്. പെട്ടെന്ന് മരണഭീതി മുമ്പിലുണ്ടായി, മരണഭയം ഉണ്ടായി മുമ്പില്. ഇതിലേതിനെങ്കിലും ആശ്രയിക്കണം എന്നാണ്. ജന്മം, മൃത്യു, ജര, വ്യാധി, ദുഃഖദോഷാനുദർശനം എന്ന് ഗീതയിൽ ഭഗവാൻ പറയണു. ജ്ഞാനം ഉണ്ടാവാൻ ജനനത്തിനെക്കുറിച്ച്, മരണത്തിനെക്കുറിച്ച്, വ്യാധിയെക്കുറിച്ച്, ജരയെക്കുറിച്ചൊക്കെ ഒന്നൊരു അറ്റൻഷൻ അതിലൊന്ന് വീഴണം, ശ്രദ്ധ അതിലൊന്ന് വീഴണം. അപ്പൊ മരണഭയം ഉണ്ടാവണം മനുഷ്യന്. മരണഭയം ഉണ്ടായാലേ ജ്ഞാനം ഉണ്ടാവുന്നു. മൃത്യു വലിയ ഉപദേഷ്ടാവാണ്. കഠോപനിഷത്തില് നചികേതസ്സിന് യമനാണ് ഉപദേശിക്കുന്നത് ആത്മതത്വം. ഈ ഡെത്ത് എന്നുള്ള വാക്ക് ഇംഗ്ലീഷില് അതിന് മനോഹരമായിട്ടൊരു വ്യാഖ്യാനം കൊടുത്തു. DEATH അല്ലെ. ഓരോ അക്ഷരത്തിനും ഡിവൈൻ ഈറ്റർ ആൻഡ് ടീച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. അയാളെ എല്ലാരെയും വിഴുങ്ങും. അതാണ് ഈറ്ററാണ്. ഈസ് ഫോളോവേഴ്സ് വിഴുങ്ങിക്കളയും എല്ലാം. ടീച്ചർ വലിയ ഗുരുവാണ്. അയാളെ പിടിച്ചിട്ട് വേണം സകല രഹസ്യങ്ങളും അറിയാൻ. അയാളാണ് ഇവിടെ എല്ലാവരുടെ ജീവിതവും തുച്ഛമാക്കണത്. വാസിഷ്ഠത്തില് മൃത്യു പറയുന്നുണ്ട്, കോടിക്കണക്കിന് ബ്രഹ്മാവിനെയും ദേവന്മാരെയും ഒക്കെ ഞാൻ വിഴുങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ടാണോ ഇപ്പൊ സാധാരണ മനുഷ്യര് മഹാകാലം. അപ്പൊ മൃത്യു മഹർഷിയുടെ ജീവിതത്തിലും മൃത്യുവാണല്ലോ ഗുരു. മരണത്തിനെ കണ്ടിട്ടാണ് ചിന്തിച്ചത്. മരണം വന്നിരിക്കണു. ഇപ്പോ ശരീരം മരിച്ചിരിക്കണു. ശരീരത്തിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ശരീരം മരിക്കണതോടെ ഞാനില്ലാതാവണുണ്ടോ എന്നാണ് അന്വേഷണം അല്ലേ. സാധാരണ മരണത്തിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ശരീരം മരിക്കും, പക്ഷേ അഹങ്കാരം മരിക്കില്ല. യഥാർത്ഥത്തില് മരണമില്ല, അഹങ്കാരത്തിനും മരണമില്ല. വെറും ശരീരം മാത്രം മരിക്കും. ഈ അഹങ്കാരം എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്നില്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോ ശരീരം ജഡം പോലെ കിടക്കണു, പക്ഷെ ഉള്ളില് അഹങ്കാരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
സ്വപ്നമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അഹങ്കാരം. അല്ലേ? നമ്മളുടെ അനുഭവമാണല്ലോ. അതിൽ നിന്ന് തന്നെ തെളിയണു ഈ അഹങ്കാരത്തിന് പ്രവർത്തിക്കാൻ ശരീരം ആവശ്യമില്ല. അപ്പൊ ഈ ശരീരം പ്രവർത്തനരഹിതമായ ഘട്ടത്തിൽ അഹങ്കൃതി തന്നെയാണ് ജീവൻ. ഈ അഹങ്കാരം തന്നെയാണ് ജീവൻ. അതായത് വാസനാമയമായ അഹങ്കാരം, വ്യക്തിബോധം. അതിന് അനേക വാസനകൾ, അനുഭവങ്ങളുടെ ഓർമ്മകൾ, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ആ ജീവഭാവം ശരീരം വിട്ടുപോയി വേറെ ഒരു ശരീരം സ്വീകരിക്കും. അതിനാണ് നമ്മൾ പുനർജന്മം എന്ന് പറയണത്. അപ്പൊ മുക്തി എന്ന് വെച്ചാൽ എന്താ? ജീവനോടെ ഇരിക്കുമ്പോ തന്നെ, അതായത് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറെ ഒരു ശരീരത്തിലേക്ക് പോവാനായി കാത്തുകൊണ്ടിരിക്കുന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ, വാസനാമയ ശരീരം, സൂക്ഷ്മ ശരീരം, സ്വപ്നത്തിൽ ചലിക്കുന്ന ആ ശരീരം, ആഗ്രഹങ്ങളുടെ രൂപത്തിൽ ഉള്ളില് ചലിക്കുന്ന ആ ശരീരം. അല്ലേ? പുനർജന്മത്തിന് സംസ്കൃതത്തിൽ വാക്ക് ഭവം എന്നാണ്. ഭവം എന്നാണ് പറയാം. ഭവിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിക്കമിങ്. നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നോക്കുക, ജീവിതം മുഴുവൻ ഈ മൂവ്മെന്റ് ആണ്. നാളെ എന്തെങ്കിലും ആവണം, നാളെ എന്തെങ്കിലും ആവണം, നാളെ എന്തെങ്കിലും ആവണം. കുട്ടികളെ കണ്ടാൽ ഉടനെ ചോദിക്കും എന്താവും നാളെ എന്ന് ചോദിക്കും. നമ്മളുടെ മനസ്സിന്റെയും ചലനം എപ്പോഴും നാളെ എന്തോ ആവണം, എന്തോ ആവണം, എന്തോ ആവണം എന്നുള്ള ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അത് നിൽക്കണേയില്ല. അല്ലേ? ഇതാണ് സംസാരം. സംസാരം ഭാര്യയോ മക്കളോ വീടോ കുടുംബമൊന്നുമല്ല. സംസാരം എന്താന്ന് വെച്ചാൽ ഈ ഉള്ളില് ഒരു ഭാവന. എത്ര ഭാവന അറിയോ? നമ്മൾ അറിയാതെ അതിന്റെ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആളുകളൊക്കെ ഏതൊക്കെയോ വേഷം കെട്ടി നോക്കണു. ഇല്ലേ? സിനിമ ആക്ടേഴ്സിനെ പോലെയും സിനിമയിൽ നടിക്കണവരെ പോലെയും രാഷ്ട്രീയത്തിൽ നടിക്കണവരെ പോലെയും എല്ലാത്തിലും ഉണ്ട് ഭാവന. എല്ലാം താൻ എന്തോ ആവണം എന്നുള്ള ആഗ്രഹമാണ് ഭാവന. ഭവിക്കാനുള്ള ആഗ്രഹം. ഈ ഭവിക്കാനുള്ള ആഗ്രഹം അധ്യാത്മലോകത്തിൽ വന്നാലും ഉണ്ടാവും. യോഗിയാവണം, ജ്ഞാനിയാവണം, സാക്ഷാത്കാരം നേടിയ ആളാവണം, ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യും മനസ്സ്. ഈ മനസ്സുള്ളത്തോളം കാലം ആ സത്യം തെളിയാൻ പോണില്ല. ഇതിങ്ങനെ ഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്ക് പോകും, നരകത്തിലേക്ക് വരും, ബ്രഹ്മാവിന്റെ ലോകം വരെ പോകും എന്നാണ്. ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോർജുന. അതുവരെ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ ഭവിക്കുക, ഈ നാളെ ആവണം 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 എന്നുള്ള മൂവ്മെന്റ് അങ്ങോട്ട് നിന്നാൽ അതൊക്കെ മഹാത്മാക്കളുടെ ജ്ഞാനികളുടെ വാക്കാണ് അതിനെ അവസാനിപ്പിക്കുക. മഹർഷിയുടെ ഒരു വാക്കുണ്ട്. മഹർഷി ഒരിടത്ത് പറയുന്നു, ആത്മസാക്ഷാത്കാരം എന്ന് പറയണത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ടതല്ല. പുതിയതായിട്ട് നേടിയെടുത്താൽ അത് നഷ്ടപ്പെട്ടു പോകും. നേടിയെടുക്കണതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഏതൊന്ന് ഇപ്പൊ ഇല്ലയോ അത് പുതിയതായിട്ട് വന്നാൽ നഷ്ടപ്പെട്ടു പോകും. ഈ വാക്ക് കേട്ടാൽ മനസ്സിന് ചലിക്കാൻ പറ്റില്ല. മനസ്സിന്റെ സകല ഭാവനകളും നിലച്ചുപോകും. ഏതൊന്ന് ഇപ്പൊ ഉണ്ടോ അതാണ് എപ്പോഴും ഉള്ള വസ്തു. വരുന്നതൊക്കെ പോകും. ശാശ്വതമായി ഉള്ള വസ്തുവിൽ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോ അഹങ്കാരത്തിന്റെ സദാ ഉള്ള ചലനം ആയിത്തീരലാണ്. അതിന് ഡ്രസ്സ് മാറിക്കൊണ്ടേയിരിക്കണം. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ മൂവ്മെന്റ് കാണാം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണാം. വലിയവർ കുറച്ചൊക്കെ മറച്ചു വെക്കും. കുട്ടികൾ ഓട്ടോ ഡ്രൈവറെ കണ്ടാൽ വീട്ടിൽ വന്ന് ഓട്ടോ ഓടിക്കും. പോലീസുകാരനെ കണ്ടാൽ പോലീസ് വേഷം ഇട്ട് നിൽക്കും. കള്ളനും പോലീസും കളിക്കും. സിനിമയിൽ നടിക്കണവരെ കണ്ടാൽ അതുപോലെയൊക്കെ കാണിക്കും. അടിയും കുത്തുവും ഒക്കെ കാണിക്കും. അവരവർക്ക് എന്ത് ഐഡിയൽ തോന്നുന്നു അതൊക്കെ വേഷം കെട്ടും. ഇത് ഈ ഉള്ളിലുള്ള മൂവ്മെന്റാണ്, ആയിത്തീരാനുള്ള ആഗ്രഹം. ഇത് വലിയവരിൽ വളരെ പ്രബലമാണ്. കുട്ടികളിൽ അത്രയൊന്നും കാര്യമില്ല. പക്ഷെ വളരെ പ്രബലമായാലും അടക്കി വെക്കും. അവരുടെ ഉള്ളിലുണ്ടാവും ഈ മൂവ്മെന്റ്, ഇങ്ങനെ ആയിത്തീരാനുള്ള ആഗ്രഹം. പലരും ചോദിക്കുന്നത് ആ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം എന്ന് പോലും ചോദിച്ചു പോകും നമ്മൾ. അതൊന്ന് നിർത്തി നോക്കൂ, അപ്പൊ അർത്ഥം ഉണ്ടോ എന്നറിയാം. അപ്പോഴാണ് അർത്ഥം അതിനു പുറകിലാ കിടക്കണതെന്ന് മനസ്സിലാവും. ആ അർത്ഥത്തിന്, യഥാർത്ഥ അർത്ഥത്തിന് ഈ ആയിത്തീരാനുള്ള മൂവ്മെന്റ് മറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇല്ല, ഇനി എപ്പോഴും നാളെയാണ് ആവാനുള്ള ഈ ചലനമാണ്. ആ ചലനം അവസാനിക്കണം. അതാണ് ആഗ്രഹം ഒക്കെ നിർത്തണം എന്ന് പറയണത്. ആഗ്രഹമേ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ്. ആഗ്രഹമേ ഇല്ലാതായ പിന്നെ എന്തു സുഖം?
ആഗ്രഹം കൊണ്ടല്ലേ ജീവിക്കണതെന്നാണ്. അതായത് ഒരാൾക്ക് ക്യാൻസർ വ്യാധി വന്നു, കുറെ കഴിഞ്ഞ് അത് പരിശീലിച്ചു പോയിട്ട് ആസ്പത്രിയിൽ പോയത് മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ഇതില്ല, ഞാൻ എങ്ങനെ ജീവിക്കും, ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചിരിക്കുന്നത്. ഏതിനോടും ഒട്ടിപ്പോവുകയാണ്. അതുപോലെ ഈ ആഗ്രഹത്തിനോട് ഒട്ടിപ്പോയിരിക്കുന്നത്. ആഗ്രഹം ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെ ആളുകൾക്ക് പേടിയാണ്. അതില്ലെങ്കിൽ അർത്ഥമില്ല ജീവിതത്തിന്. ഒന്ന് ഉപേക്ഷിച്ച് നോക്കുക, അർത്ഥമുണ്ടോ നോക്കുക. അംബീഷൻസ്, എക്സ്പെക്ടേഷൻസ് ഇതിൽ ഉള്ളിൽ നിന്നങ്ങോട്ട് വിട്ടു നോക്കിയാൽ മനസ്സിന്റെ ഈ മൂവ്മെന്റ്സ് ഒക്കെ അവസാനിക്കും. അവസാനിക്കുമ്പോ സത്യം തെളിഞ്ഞു കിട്ടും. അപ്പൊ മനസ്സിലാവും നേടിയെടുക്കേണ്ടതല്ല, പ്രാപിക്കേണ്ടതല്ല, ഇപ്പോഴേ ഉള്ളതാണ് വസ്തു. അഹങ്കാരം നശിക്കുമ്പോ അഹംബോധം പ്രകാശിക്കും. അത് ശരീരം ഉള്ളപ്പോ തന്നെ ഉള്ള മരണം. അതാണ് രാമതീർത്ഥസ്വാമികൾ 33 വയസ്സിൽ അദ്ദേഹം സമാധിയായി. അവസാനത്തെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഒരു 31-32 വയസ്സിന് ശേഷം അദ്ദേഹം നിർബന്ധമായിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നു. അദ്ദേഹത്തിനെ നിർബന്ധമായി കൂട്ടിക്കൊണ്ടുപോയി. അതൊക്കെ പോയിട്ട് വന്ന ശേഷം അദ്ദേഹത്തിന് എല്ലാത്തിലും ഇൻട്രസ്റ്റ് പോയി. പ്രചാരം, പ്രഭാഷണം, എല്ലാത്തിലുള്ള രുചി പോയി. ഹിമാലയത്തില് ഗംഗാതീരത്തില് തെഹരി ഗർവാളില് ഒരു ഗുഹയിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നു, ഡൈനാമിക്സ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം കുറച്ച് എഴുതി കഴിഞ്ഞതും പേനയൊക്കെ ചോട്ടിലെറിഞ്ഞു. നിശ്ചലമായിട്ടിരിക്കും, ഒന്നും ചെയ്യില്ല. അപ്പൊ സ്വാമിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കണം, ഇതെന്താ ഈ ഒരു അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഡെത്ത് ഇൻ ലൈഫ്. ഐ എം ഡെഡ്. ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ മരിച്ചിരിക്കണു എന്നാണ്. എന്നുവെച്ചാൽ അഹങ്കാരത്തിന്റെ, മനസ്സിന്റെ സങ്കല്പശക്തി മുഴുവൻ നിലച്ചിരിക്കണമെന്ന്. എല്ലാം നിശ്ചലമായിരിക്കണം. ഇനി ഒരു മൂവ്മെന്റ് ഇല്ല എന്നാണ്. അവിടെ കഴിഞ്ഞു. ഇനിയൊന്നും എഴുതാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ ഒന്നുമില്ല. പൂർണ്ണത, പരിപൂർത്തി, പരമമായ വിശ്രാന്തി സ്ഥാനം. അപ്പോ മനസ്സ്, ഈ അഹങ്കൃതി, സാധാരണ മരണത്തിൽ എന്ത് സംഭവിക്കണു? അതാണ് മഹർഷി ഒരിടത്ത് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാലും ഏതൊന്നു ജീവിച്ച് മറ്റ് ശരീരങ്ങളിലേക്ക് പോകുന്നുവോ അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുന്നതാണ് മുക്തി എന്നാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ അഹങ്കൃതി വേറെ ഒരു ശരീരത്തിനെ ഉണ്ടാക്കിയെടുക്കണു. അത് ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചാൽ പിന്നെ മരണമില്ല. അതാണ് ഇപ്പോഴത്തെ ശ്ലോകം. മൃത്യുഞ്ജയം മൃത്യുഭിയ ആശ്രിതാനാം. നമ്മളുടെ മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടുണ്ടല്ലേ? മരണപ്പേടി വന്നപ്പോ, മരണഭയം വന്നപ്പോ പരമേശ്വരനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോ ശിവൻ യമനെ ചവിട്ടി മാറ്റിയെന്നും യമനെ വധിച്ചു എന്നൊക്കെ കഥയുണ്ട്. അതിന്റെ പൊരുൾ എന്താ? മാർക്കണ്ഡേയന് എല്ലാ ദിവസവും 16 വയസ്സ് എന്ന് പറയും, എല്ലാ യുഗങ്ങളിലും. അതിന്റെ പൊരുൾ എന്താണ്? യമൻ ഇല്ലാതായി എന്ന് വെച്ചാൽ അഹങ്കാരം ഇല്ലാതായാൽ യമൻ ഇല്ലാതായി. മൃത്യുഭയം കൊണ്ട്, മരണഭയം കൊണ്ട് മഹേശനെ ശരണം പ്രാപിക്കുക, മൃത്യുഞ്ജയനെ ശരണം പ്രാപിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. ഈ ജീവൻ മരണഭയം ഏർപ്പെട്ട് ഭഗവാന് ശരണം പ്രാപിക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം. ശരണാഗതി ചെയ്താൽ ആ ക്ഷണത്തിൽ തന്നെ അഹങ്കാരം ഇല്ലാതായിട്ട് തീരും. ശരിയായ ശരണാഗതിയാണെങ്കിൽ പിന്നെ അഹങ്കാരം പ്രവർത്തിക്കില്ല. അതാണ് ഗീത മുഴുവൻ ഉപദേശിച്ച് ഭഗവാൻ അർജുനനോട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, കർമ്മയോഗം ചെയ്യൂ, ജ്ഞാനം വിചാരം ചെയ്യൂ, ഭക്തി ചെയ്യൂ, പലതും ചെയ്യൂ 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 എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അർജുന ഇത്രയും പറഞ്ഞത് തന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി വളരെ ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം പറയാം, നേരമുള്ള മാർഗം പറയാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ ദുഃഖിക്കരുത്, ഒരു ദുഃഖവും വേണ്ട. സർവധർമാൻ പരിത്യജ്യ,
ധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിന്റെ ചലനങ്ങൾ എന്നർത്ഥം, സങ്കല്പം എന്നർത്ഥം. ഇവിടെ ധർമ്മം എന്നുള്ള വാക്കിന് നമ്മളുടെ ധർമ്മം, നമ്മളുടെ സ്വഭാവം എന്താ? ഈ പ്രകൃതിയാണ്, ഈ ചലനമാണ്. ചലനത്തിന്, സങ്കല്പത്തിന് മുഴുവൻ വിട്ടിട്ട്, സർവാരംഭങ്ങളും വിട്ടിട്ട്, സങ്കല്പ ചലനങ്ങൾ മുഴുവൻ വിട്ടിട്ട്, ആവാനുള്ളതും കഴിഞ്ഞുപോയതും വരാൻ പോണതിലും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉപേക്ഷിച്ച്, അതിലൊന്നും താല്പര്യമില്ലാതായി, മാമേകം ശരണം വ്രജ. ഇനി കഴിഞ്ഞുപോയതൊക്കെ എന്തായി എന്നും അറിയില്ല, ഇനി എന്തൊക്കെ വരാൻ പോണെന്നും അറിയില്ല, ജീവിക്കണതിലോ മരിക്കണതിലോ ആഗ്രഹമില്ലാതായി ശരണം വ്രജ. ആ സർവേശ്വരൻ, ജഗത്ത് മുഴുവൻ ഏതൊരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നുവോ ആ മഹാശക്തിക്ക് ശരണാഗതി ചെയ്യുന്നു. ശരണാഗതി ചെയ്യുമ്പോ എന്താവണു? അഹങ്കാരം മൂലത്തിലടങ്ങും. അതാണ് ശരണാഗതി, അല്ലേ? നമ്മളൊരു വലിയ സന്നിധിയിൽ പോയിരിക്കുമ്പോ, മഹാത്മാക്കളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കും. എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്യാൻ പാടില്ലല്ലോ, വേണ്ടാത്തരം പറയാൻ പാടില്ലല്ലോ, വളരെ പേടിച്ചിട്ട് നമ്മൾ വേണമെന്ന് നമ്മൾ വളരെയധികം ജാഗ്രതയാവും. ആ ജാഗ്രതയിൽ തന്നെ അറിയാതെ ആത്മവിചാരം നടക്കണു. നമ്മൾ എന്ത് ചെയ്യണു? നമ്മളുടെ അഹങ്കാരത്തിനെ ഉദിക്കാൻ അനുവദിക്കാതെ ഇരിക്കും, അല്ലേ? ഇത് തന്നെയാണ് സാധന. എപ്പോഴും ആ മഹാസന്നിധിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് കരുതിയാലോ, നമ്മൾ എന്തു വിചാരിക്കണു? ആ സന്നിധി അമ്പലത്തിലോ മഹാത്മാക്കളുടെയോ പ്രസൻസിലാണ്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ അഹങ്കാരം വീണ്ടും പൊന്തണം. എപ്പോഴും ആ സന്നിധിയിൽ തന്നെ ഇരിക്കുന്നതിന് പേരാണ് ശരണാഗതി. എപ്പോഴും ആ സന്നിധിയിലാണെങ്കിൽ അഹങ്കാരം ഉദിക്കുമോ? എവിടുന്ന് ഉദിക്കും? എങ്ങനെ ഉദിക്കും? അഹങ്കാരം ഉദിക്കണമെങ്കിൽ അഹങ്കാരത്തിനു പേടിയുള്ള കാര്യം ഈ ഗുരുസന്നിധിയാണ്. അവിടെ അത് ചലിക്കില്ല, അതിന്റെ ഓപ്പറേഷൻ അവിടെ നടക്കില്ല. അപ്പൊ അഹങ്കാരം ചലിക്കാതെ ഇരിക്കാനുള്ള ഉന്നതമായ സാധനയാണ്, അഥവാ അതങ്ങനെയാണ് നടക്കുക. അതായത് സദ്ഗുരുവിന്റെ സന്നിധിയിൽ, ഭഗവാന്റെ സന്നിധിയിൽ ഈ അഹങ്കൃതി അടങ്ങിപ്പോകുന്നു. അഹങ്കൃതിർ മൃത്യുമുപൈതി, മരണമായി പോകുന്നു. അതാണ് മഹാത്മാക്കളൊക്കെ ഭഗവാൻ എന്നെ പിടിച്ച് വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു വൈഷ്ണവ ഭക്തൻ നമ്മാഴ്വാർ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ പറയുന്നു, ഭഗവാനെ കണ്ടപ്പോ ഭക്തി കാരണം ഈ ഭക്തന് ഭഗവാനെ എടുത്ത് വിഴുങ്ങണം തോന്നിയത്രേ. ചിലരൊക്കെ പറയും ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അങ്ങനെ എടുത്ത് വിഴുങ്ങണം എന്നൊക്കെ പറയും. പക്ഷെ അടുത്തു പോയപ്പോ അദ്ദേഹം എടുത്തൊരു വിഴുങ്ങി എന്നാണ് എന്നെ. അടുത്ത് ചെന്നപ്പോ ഞാൻ ഇല്ലാതായി, ഭഗവാൻ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. രമണ മഹർഷി അതേപോലെ അക്ഷരമണമാലയിൽ പറയുന്നു, ശാപ്പാടുന്നൈ ശാർന്ത് ഉണവായേൻ ശാന്തമായി പോവൻ അരുണാചല. ഹേ അരുണാചല, നല്ല ശാപ്പാടാണ് അങ്ങ് എന്ന് കരുതി ഞാൻ. ശാപ്പാടെന്ന് വെച്ചാൽ എടുത്തു വിഴുങ്ങാനുള്ള ആഗ്രഹം. എന്നിട്ട് അടുത്ത് ചെന്നപ്പോ ഉണവായേ, ഞാൻ അങ്ങേക്ക് ഉണവായിട്ട് തീർന്നു, അങ്ങ് എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. ശാന്തമായി പോവൻ അരുണാചല. ഈ അഹങ്കാരം പോയപ്പോ ശാന്തി, പരിപൂർണ ശാന്തി. ഞാൻ ഇല്ലാതായപ്പോ അവിടെ പരിപൂർണ ശാന്തി. അക്ഷരമണമാലയിൽ അനേകം പാട്ടുകളിൽ ഇത് പറയണു. ദൈവമെன்று ഉന്നൈ ശാരവേ എന്നെ ചേര ഒഴിത്തായ അരുണാചല എന്നാണ്. ദൈവമെன்று ഉന്നൈ ചാരവേ, ദൈവം എന്ന് കരുതി അടുത്തു വന്നപ്പോ ചേര ഒഴിത്തായി, വേരോട് ആളില്ലാതാക്കി തീർത്തു എന്നാണ്. ആദ്യത്തെ പാട്ടിൽ തന്നെ അരുണാചലമെന അകമേ നിനൈപ്പവർ അഹത്തൈ വേരറുപ്പായി അരുണാചല. അരുണാചലം എന്ന് സ്മരിക്കുന്ന മാത്രത്തില് അവരുടെ അഹങ്കാരത്തിന്റെ വേര് പറിച്ചെടുത്ത് കളയണമെന്നാണ്. എന്നുവെച്ചാൽ ആ വ്യക്തിബോധമില്ലാതായിട്ട് തീർന്നു, താനില്ലാതായിട്ട് തീർന്നു. സർവേശ്വരൻ സ്വയമേവ അവിടെ നർത്തനം ചെയ്യുന്നു. അഹങ്കൃതി ആ ഉജ്ജ്വലമായ സന്നിധിയില്, പരമാത്മാവിന്റെ സന്നിധിയിൽ തന്നെ ഇല്ലാതാക്കണം. തന്നെ ഇല്ലാതാക്കാൻ തനിക്ക് പറ്റില്ല, ആ സന്നിധിക്കേ പറ്റുള്ളൂ, അല്ലേ? ആത്മവിചാരം ചെയ്യുമ്പോ പോലും മഹർഷി പറയണത്, ഞാൻ ആര് എന്ന് അന്വേഷിച്ച് മനസ്സ് ആഴ്ന്ന് ഹൃദയത്തിൽ മുങ്ങുമ്പോ ഒരു സ്റ്റേജ് വരെ പരിശ്രമമുള്ളൂ. ആത്മവിചാരത്തിലും ഞാൻ എന്നുള്ളത് എവിടുന്ന് ഉദിക്കണു എന്ന് ആരാഞ്ഞ് ഹൃദയത്തിൽ ആഴ്ന്ന് മുങ്ങണ സമയത്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒന്ന് വന്ന് ഇതിനെ വലിച്ചുകൊണ്ട് പോകും. വലിച്ചുകൊണ്ടുപോയി ഹൃദയത്തിൽ അടക്കിക്കളയുന്നു. അവിടെ ജീവപ്രയത്നം അസ്തമിച്ചു. ജീവപ്രയത്നത്തിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോ ഈ ജീവനെ ഹൃദയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി അടക്കിക്കളയും. അതിനുശേഷം
നമുക്ക് ആരംഭത്തിലൊക്കെ ഈ അഹങ്കാരത്തിനെ, പ്രയത്നത്തിനെ വിടാൻ വിഷമം. പിന്നീട് പ്രയത്നിക്കാനേ പറ്റില്ല. പ്രയത്നിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധ്യമല്ല. ഒരു സ്റ്റേജിന് ശേഷം ആ പ്രയത്നമൊക്കെ അവസാനിച്ചു പോകും. പ്രയത്നിക്കുന്ന ആളെ അസ്തമിച്ചു പോകും. കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ ഈ ചലനം നിന്നുപോകും, അസ്തമിച്ചു പോകും. അപ്പോ ഭഗവാനെടുത്ത് വിഴുങ്ങുക എന്നുവെച്ചാൽ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ മൃത്യു എന്നർത്ഥം. ശരീരം പ്രവർത്തിക്കണു, പക്ഷെ അഹങ്കാരം നശിച്ചു, കർത്തൃത്വം നശിച്ചു. അപ്പോ ഇതിന് ഏറ്റവും മുഖ്യം ഭഗവാന്റെ സന്നിധി, അല്ലെങ്കിൽ സദ്ഗുരുവിന്റെ സന്നിധി. എപ്പോഴും സാധകന്മാരുടെ ഇടയിൽ 2 ടൈപ്പ് ആളുകളോ കാണാം നമുക്ക്, നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ. ഒന്ന്, നല്ല മഹാത്മാക്കളുടെ സമ്പർക്കം ലഭിച്ചവര്. 2, അത് ലഭിക്കാതെ കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് കുറച്ച് സ്വയം അപോലെ കൽപ്പിതമായി എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ. ഈ സമ്പർക്കം ലഭിച്ചവര് അവർക്ക് സാക്ഷാത്കാരമോ അനുഭവമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു കാര്യം നല്ലവണ്ണം നമുക്ക് കാണാം, അവരുടെ അഹങ്കാരത്തിന്റെ ബലം നന്നേ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. അവർക്ക് വേറെ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും, പൂർണ്ണമായ അനുഭൂതി സിദ്ധിച്ചാലും ഇല്ലെങ്കിലും ശരി, ആ വ്യക്തിത്വബോധം അതിന്റെ ബലം കുറഞ്ഞിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ ആ സന്നിധിയിൽ അനേക വട്ടം അവരെ അറിയാതെ ഇത് പോയി ഹൃദയത്തിൽ പോയി മുങ്ങിക്കൊണ്ടേയിരിക്കും. അവർക്ക് പോലും അറിയില്ല, കോൺഷ്യസ് അല്ല. കോൺഷ്യസ് അല്ലാതെ തന്നെ ഈ അഹങ്കാരനാശം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ സത്സംഗത്തിന് ഇത്രയധികം ബലം കൊടുത്തത്, സത്സംഗത്തിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തത്. അനേക ജീവന്മാരും മന്ദബുദ്ധികളാണ്. അവർക്ക് ബോധപൂർവം വിചാരം ചെയ്യാനോ തപസ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പൊ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഉയർന്ന സന്നിധിയിൽ പോയി അടങ്ങി അടക്കം വരും, അടങ്ങിപ്പോവും. മഹർഷിയുടെ പാർഷദന്മാരൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് വന്ന നമ്മുടെ സനാതനധർമ്മത്തിനെ പൊക്കി നിർത്തിയ 2 തൂണ് പോലെയാണ് രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരെങ്കിലും നമുക്ക് കുറെ പേരെയൊക്കെ പുറത്തറിയാം. വിവേകാനന്ദ സ്വാമി അല്ലാതെയും മറ്റുള്ളവരെയൊക്കെ കുറച്ചൊക്കെ പ്രവർത്തിച്ചു. അവരൊന്നും പ്രവർത്തിക്കാൻ ഇച്ഛിച്ചവരല്ല. വിവേകാനന്ദ സ്വാമികൾ നിർബന്ധിച്ച് അവരെയൊക്കെ കൊണ്ട് രാമകൃഷ്ണ മിഷൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയതാണ്. അവരൊക്കെ സ്വയമേവ പൂർണ്ണരായി. അവരെങ്കിലും കുറച്ചൊക്കെ പുറത്തറിയാം. പക്ഷെ രമണ മഹർഷിയോട് അടുത്തിരുന്ന അനേക സഹസ്രം ആളുകൾ ഇന്നും പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമി എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലത്ത് കാണുന്നു. ആരും അറിയാതെ പൂർണ്ണമായി ജീവിതം നയിച്ച് ആനന്ദമായി കിട്ടേണ്ടത് കിട്ടി ഒതുങ്ങി ജീവിച്ച് ഭിക്ഷാന്തേഹികളായി ജീവിച്ച് ശരീരം ഉപേക്ഷിച്ചവരായിരുന്നു അനേകം പേർ. ആർക്കും അറിയില്ല ആ വാരി വിതച്ച വിത്ത് എവിടെയൊക്കെയോ പോയി മുളച്ചിരിക്കുന്നു. ഈ ഇട പോലും അനേകം അങ്ങനെ പേര് കേട്ട് കഴിഞ്ഞു. ഒതുങ്ങി ജീവിച്ച് ആരും അറിയാതെ മറഞ്ഞുപോയവർ. എന്നുവെച്ചാൽ അവർക്ക് ലോകവുമായിട്ടുള്ള, ലോകത്തിൽ വരണമെങ്കിൽ ഒന്നിൽ പേര്, പുകഴ്, പ്രസിദ്ധി ഇതൊക്കെയാണ് അധികവും കാരണമായിരിക്കുക. ഈശ്വര നിയോഗം കൊണ്ട് വരുന്നതൊക്കെ വളരെ കുറവ്. ഈശ്വര നിയോഗം കൊണ്ടാണെന്നൊക്കെ നടിച്ചാലും അധികവും പ്രസിദ്ധിക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ പുകഴിനു വേണ്ടിയോ ഒക്കെ ആയിരിക്കും ലോകപ്രവർത്തനം. അതൊന്നുമില്ലാതെ അധികം പേര് ഒതുങ്ങിപ്പോയി. ഈ അഹങ്കാരത്തിന്റെ ബലം ഗുരുസന്നിധിയിൽ അതിന്റെ പിടി അയയും. അത് മരണഭയത്തോടുകൂടിയാണ് ശരണാഗതി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫോഴ്സ് പുറമേ നിന്ന്. മരണത്തിനെ പേടിച്ച് മഹേശന് ശരണാഗതി ചെയ്യുമ്പോ അഹങ്കാരം ജീവനോടെ ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോകുന്നതാണ്. മരണത്തിനെയാണല്ലോ ഭയം. ചിലപ്പോ ഒരു മുഴ വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോയി, മുഴ വളരെ വേദനിക്കണു, ഇവിടെ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ എന്ത് ചെയ്യാൻ സാരമില്ല മുറിച്ചു വിടാമെന്നു. ഇത് വേദനിച്ചിട്ട് ഇതിനെ കൊണ്ട് കാണിച്ചാൽ അതിനെ ഡോക്ടർ മുറിച്ചു വിടുന്നു. അതുപോലെ ഈ അഹങ്കാരം മരണത്തിനെ കണ്ട് പേടിച്ച് ഭഗവാന്റെ അടുത്ത് പോയാൽ ഭഗവാൻ അഹങ്കാരത്തിനെ എടുത്തു കളയും. മൃത്യുമുപൈതി പൂർവം അഹങ്കാരം പോയാൽ മരണമില്ല. പിന്നെ ആർക്കു മരണം? മരിക്കണ ആളാരാ ചോദിച്ചു നോക്കൂ, ഉത്തരം കിട്ടില്ല. ആർക്കു മരണം? ആര് മരിക്കുന്നു? ആര് ജനിച്ചു?
അതാണ് മഹർഷി ഈ പൂർവജന്മം പുനർജന്മം ഈ വാദങ്ങളൊന്നിനും സമ്മതിക്കില്ല. അത് ശരി തെറ്റോ ഒന്നും അന്വേഷിക്കാൻ സമ്മതിക്കില്ല. എന്റെ പൂർവജന്മം എനിക്ക് അറിയാൻ കഴിയുമോ എന്നൊരാൾ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. പൂർവജന്മത്തിനെയൊക്കെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ ജനിച്ചിരിക്കുന്ന ആളാരാ? ഞാൻ ജനിച്ചിരിക്കണം. ഈ ജനിച്ചിരിക്കുന്ന ഞാൻ ആര് അറിയോ? അന്വേഷിച്ചു നോക്കൂ. വ്യക്തമായി കയ്യിൽ കിട്ടിയ വസ്തുവിനെ വിട്ടിട്ട് ഊഹാപോഹങ്ങളിൽ എന്തിനു അലഞ്ഞു നടക്കണം? വ്യക്തമായി കിട്ടിയിട്ടുള്ള വസ്തു എന്താ? ഞാനുണ്ട്. സകല ദുഃഖങ്ങളും ആർക്ക് വരണു? എനിക്ക് വരണു. അപ്പൊ ഈ ഞാൻ ആരാ? ഈ ഞാൻ എന്ന് പറയുന്നത് എന്താ? അതിനൊന്ന് അന്വേഷിച്ചു നോക്കൂ. അന്വേഷിച്ചു നോക്കിയാൽ അതില്ല. ഇനിയിപ്പൊ അന്വേഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സർവേശ്വരന് ശരണാഗതി ചെയ്യൂ. ശരണാഗതി ചെയ്യുമ്പോ അഹങ്കാരം വാസ്തവമല്ല എന്നുള്ള ബോധമുണ്ടാവും. അത് വാസ്തവമല്ല എന്നുള്ള ബോധം തന്നെയാണ് അഹങ്കാരനാശം. വാസ്തവമല്ല, ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു എന്നുള്ളത് വാസ്തവമല്ല എന്നറിയും. വാസ്തവത്തിൽ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ആലോചിച്ചു നോക്കാം. ഊണ് കഴിക്കണു, ഡൈജഷൻ എങ്ങനെ നടക്കണു വല്ലതും അറിയോ? എന്റെ ശരീരം എന്ന് പറയണമെന്നല്ലാതെ ഡൈജഷൻ എങ്ങനെ നടക്കണു അറിയോ? അത് നമ്മളുടെ കയ്യിലാണോ? നമ്മൾ വല്ലതും ചെയ്യണുണ്ടോ വയറ്റിൽ പോയിട്ട്? ഒന്നുമില്ല, അത് നടക്കണു അല്ലേ? കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വായിൽ എങ്ങനെ ഇടണു അതും അറിയില്ല. യോ അന്തഃപ്രവിശ്യ അന്യാംശ ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ. എല്ലാത്തിനും ഏതോ ഒരു ശക്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. ചിലർക്ക് അനക്കാനേ വയ്യ, മറ്റുള്ളവർ വായിലിട്ട് കൊടുക്കേണ്ടിയിരിക്കണം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ കൈ എങ്ങനെ പ്രവർത്തിക്കണം, കാലെങ്ങനെ പ്രവർത്തിക്കണം അറിയില്ല. ഏതോ ഒരു ശക്തി. എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് പറയും, അത്രേ ഉള്ളൂ. ഉറക്കം എങ്ങനെ വരണു? യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. അറിയില്ല അല്ലെ? ഓർമ്മ എങ്ങനെ വരണു? അറിയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എങ്ങനെ എഴുന്നേക്കണു? അറിയില്ല. എന്തിന് ജനിച്ചു അറിയില്ല. എപ്പം മരിക്കും അറിയില്ല. ഒന്നും അറിയില്ല ഈ അഹങ്കാരത്തിന്. എന്നിട്ട് ഞാനാണ് ചെയ്യണതെന്ന് പറയും. അതൊന്നും ചെയ്യണില്ല, എന്നിട്ട് എല്ലാം ചെയ്യണമെന്ന് അഭിമാനിക്കും. അന്വേഷിച്ചു നോക്കിയാലോ അതിന് വാസ്തവമായ ഒരു സ്ഥിതിയുമില്ല. പ്രകൃതി, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതി പ്രവർത്തിക്കണു, ആത്മാ സാക്ഷിയായിരിക്കണു. ആത്മാവിനും പ്രകൃതിക്കും നടുവിൽ ഈ ഒരു ഭൂതം പൊന്തി വന്നിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറയണം. അപ്പോ അന്വേഷിച്ചു നോക്കിയാൽ ഈ ഭൂതം വാസ്തവമല്ല, ഇത് വെറും ഒരു ഭൂതം. അതിന് യഥാർത്ഥ സ്ഥിതിയില്ല. ഉള്ളത് ആത്മാ. പ്രകൃതിയുടെ പ്രവർത്തനത്തിൽ ആത്മാവിന് യാതൊരു സംഘവുമില്ല, യാതൊരു ബന്ധവുമില്ല. പ്രകൃതി പ്രവർത്തിക്കുമ്പോൾ ആത്മാ ബന്ധപ്പെടുന്നില്ല എന്ന് അറിഞ്ഞാൽ ബന്ധപ്പെടില്ല. ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ യാതൊരു ബന്ധവും ആത്മാവിനില്ല എന്ന് അറിഞ്ഞാൽ നമ്മളും ബന്ധപ്പെടില്ല. കളങ്കങ്ങളൊന്നും നമ്മൾ കേൾക്കില്ല. സ്വഭാവാദമൃതേഷു, സ്വാഭാവികമായ അമൃതത്വം നമുക്ക് സിദ്ധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ അമൃതത്വം എന്ന് പറയുന്നത് സ്വാഭാവികം. മരണം ആർക്കും സ്വഭാവമല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും മരിക്കും തോന്നാത്തത്. എത്ര മരണം കണ്ടു അല്ലേ? ചിലരൊക്കെ അഭിമാനിക്കും. 50 പേർക്ക് കൊള്ളിവെച്ചിട്ടുണ്ടോന്ന് പറയൂ ഒരാൾ പറഞ്ഞു. 50 പേർക്ക് കൊള്ളിവെച്ച ആൾക്കും താൻ മരിക്കും തോന്നണില്ല. കാരണം എന്താ? മരണമില്ല. വിശ്വസിക്കാൻ പറ്റില്ല. എത്ര തന്നെ നിങ്ങൾ വിശ്വസിപ്പിച്ചോളൂ, കഥ പറഞ്ഞോളൂ, മരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ശരീരം ഞാനാണെന്ന് ധരിക്കുന്നത് കൊണ്ട് സ്ഥൂലമായ ഒരു വിശ്വാസം വരും, മരണം വരാൻ പോണമെന്ന്. അത്രയേ ഉള്ളൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മരണമുണ്ടെന്ന്. എല്ലാവരും ജ്ഞാനികളാണ്, എല്ലാവർക്കും അറിയാം മരണമില്ല. എല്ലാവർക്കും അറിയാം അവരവർ പരിശുദ്ധന്മാരാണെന്ന്. 90 വയസ്സായ ആളും പലിശ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ മരിക്കും തോന്നണില്ല. പക്ഷെ ആ ജ്ഞാനം ശരീരത്തിൽ ആരോപിച്ചപ്പോ അജ്ഞാനമായി. ജ്ഞാനത്തിന് അജ്ഞാനം മറച്ചിരിക്കണം. ജ്ഞാനം എല്ലാവർക്കും സിദ്ധം. ജ്ഞാനമൊന്നും കൊണ്ടുവരണ്ട, ജ്ഞാനം സിദ്ധം. പിന്നെ ചെയ്യേണ്ടത് എന്താ? ശരീരം ഞാനല്ല എന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടും.
ജ്ഞാനത്തിനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. താൻ അല്ലാത്തതിനെ നീക്കിയാൽ താൻ പ്രകാശിക്കും. അല്ലെങ്കിലോ താൻ എന്നുള്ളതിൽ ശ്രദ്ധയെ പതിപ്പിച്ചാലും താൻ പ്രകാശിക്കും. അഹങ്കാരം നശിച്ചാൽ ആത്മാ പ്രകാശിക്കും. അഹങ്കാരം നശിക്കാൻ വഴി എന്താ? സദാ ഭഗവാന്റെ സന്നിധിയിലേ ഇരിക്കാം. അവർക്ക് പിന്നെ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല, മരണമേ ഇല്ല. ജനനം മരണം എന്നുള്ളതൊന്നും അറിയുകയേ ഇല്ല. മരണം എന്നുള്ളത് സംഭവിക്കണതേ ഇല്ല, യാതൊന്നുമില്ല. അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം അതസ്വഭാവാദമൃതേഷു തേഷു കഥം പുനർമൃത്യുദയോവകാശ. അങ്ങനെയുള്ളവർക്ക് മരണത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം തന്നെ എവിടെ എന്നാണ്. അവർക്ക് പിന്നെ മരണം എവിടെ മരണം സംഭവിക്കും? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. നമുക്കറിയുന്ന ഒരാള് ഈയിടെ വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടന്ന ആസ്പത്രിയിൽ മരിച്ചു പോകും എന്നുള്ള ഘട്ടത്തിൽ കിടന്നിട്ട് വേദാന്തമൊക്കെ നല്ലവണ്ണം അറിയാം. ഒരുപാട് ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു. അവരെ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് വെച്ചു, ഓക്സിജൻ ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റിട്ട് പിന്നീട് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാരും മരിച്ചു കഴിഞ്ഞു എന്നും അത് കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞത് എന്നോട്, ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു. അവരുടെ വളരെ അടുത്ത ഒരു അമ്മ അവരെ കാണാനായിട്ട് പോയപ്പോ ആ അമ്മയുടെ അടുത്ത് ബോധമൊന്നുമില്ല, പുറമേക്ക് ശരീരബോധമൊന്നുമില്ല, ഒന്നും അറിയില്ല. ആ അമ്മ അടുത്ത് പോയി ചോദിച്ചപ്പോ എങ്ങനെയിരിക്കണമെന്ന് ചോദിച്ചപ്പോ ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോവശിഷ്ട ശിവ കേവലോഹം. ഇത് ശങ്കരാചാര്യരുടെ ദശശ്ലോകി. ഈ ദശശ്ലോകി ചൊല്ലിയത്രേ. എന്നുവെച്ചാൽ ശരീരവുമായിട്ടുള്ള ബന്ധം ഏകദേശം വിച്ഛേദിച്ചു കഴിഞ്ഞു. ഡോക്ടർമാരെ എല്ലാവരും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്നും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശരീരബന്ധം വിച്ഛേദിച്ചതുകൊണ്ട് ഉള്ളിലുള്ള ഉണർവൊന്ന് ദൃഢമായപ്പോ മരണമൊന്നും സ്പർശിച്ചതേയില്ല. ഇതേപോലെ വേണമെങ്കിൽ ഡോക്ടർമാര് സർട്ടിഫിക്കറ്റ് കൊടുക്കും, മരിച്ചു കഴിഞ്ഞു എന്നും കൊടുക്കുമായിരിക്കും, കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്കറിയില്ല ഈ മരിച്ചു എന്ന് ആരെ നമ്മൾ പറയണോ അവർക്ക് അവര് മരിച്ചു എന്നൊന്നും അറിയില്ല. അവരേത് അവസ്ഥയിൽ ഉള്ളിലിരുന്നു അതേ അവസ്ഥയിൽ നീണ്ടുപോകും. പക്ഷെ ശരീരത്തിനെ എടുത്തോണ്ട് പോകും, കത്തിക്കും, എന്തൊക്കെയോ ചെയ്യും. ഇവരുടെ ശരീരത്തിനെ വെട്ടലും മുറിക്കലും ഓപ്പറേഷൻ ചെയ്യലും ഓക്സിജൻ കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് പറയണത് എനിക്കിതൊന്നും അറിഞ്ഞില്ല, ഞാൻ പരമാനന്ദമായിട്ടിരിക്കുകയായിരുന്നു എന്ന്. വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ച് ഉള്ളിലത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന ആള് പുറമേക്ക് വീട്ടിൽ പെയിന്റ് അടിച്ചാലും വീട് കുത്തിപ്പൊളിച്ചാലും ഒന്നും അറിയാത്ത പോലെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സ്വതന്ത്രമായ എക്സിസ്റ്റൻസ്, പൂർണ്ണത. ഇതറിഞ്ഞാലോ പൂർണ്ണതയായി. ഇത് അറിഞ്ഞാൽ തന്നെ പൂർണ്ണതയായി. അപ്പൊ പേടിയില്ല, ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. അഹങ്കാരം മാത്രം. അഹങ്കാരം എന്താ? ദേഹബോധം തന്നെയാണ്. ഈ അഹത്തിനെ ശരീരമായിട്ട് ധരിക്കുന്നതാണ് അഹങ്കാരം. ശരീരം ഞാനല്ലാന്ന് ധരിച്ചാൽ, അറിഞ്ഞാൽ, കൺവിക്ഷൻ വന്നാൽ കാരം പോകും, അഹം മാത്രം നിൽക്കും. ആ കാരം എടുത്തു കളഞ്ഞാൽ അഹം ബോധം, അഹം പ്രജ്ഞ, അത് സ്വതന്ത്രമായ ശിവം, ശുദ്ധമായ പ്രജ്ഞ. ആ പ്രജ്ഞയെ യാതൊന്നും സ്പർശിക്കില്ല. നോക്കണം, ഇതൊക്കെ നമ്മളെ ബാധിക്കണ കാര്യം. ഞാനിപ്പോ എളുപ്പത്തിൽ വൈകുണ്ഠം കൈലാസം എന്ന് പറഞ്ഞിട്ട് പോവാം, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് നമ്മളുടെ അനുഭവമാണ്, നമ്മളുടെയൊക്കെ അനുഭവം. നമ്മൾ ദിവസം അനുഭവിക്കണ കാര്യം, രാത്രി ഉറങ്ങുമ്പോ അനുഭവിക്കണ കാര്യം അല്ലേ? ഉറക്കത്തിൽ തന്നെ ഉണ്ട്. ശരീരത്തിന് പലപ്പോഴും പലതും എന്ത് ചെയ്താലും ചിലർക്ക് അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഈ ശരീരത്തിൽ നിന്നും മനസ്സ് വിട്ടുകഴിഞ്ഞാൽ, അഹങ്കാരം പിടിവിട്ട് കഴിഞ്ഞാൽ, പലരും ദേഹബോധം പോവുക എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ കൊണ്ടുവരും. ദേഹത്തിനെ വെട്ടുക, കുത്തുക, അറിയാതിരിക്കുക, അല്ലെങ്കിൽ വസ്ത്രം എടുക്കാതെ നടക്കുക. ഇതൊന്നുമല്ല. ദേഹബോധം നമുക്കില്ല, അതറിഞ്ഞാൽ മതി. ദേഹബോധം ഉണ്ട് എന്നുള്ളത് ദേഹത്തിനെ ഒരുപാട് പോഷിപ്പിക്കലും ഒരുപാട് സുഖിപ്പിക്കലും അതിൽ തന്നെ മനസ്സ് വയ്ക്കലും ചെയ്യുന്നവരുടെ കാര്യത്തിൽ കുറച്ച് വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണമായിട്ട്
ശരീരത്തിനെ കുറിച്ച് പ്രജ്ഞയൊന്നും ഉണ്ടാവാറില്ല. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വേദനിച്ചാൽ പ്രജ്ഞ ഉണ്ടാവും. അതേപോലെ ശരീരം വളരെ സുന്ദരമാണെന്നോ മറ്റോ ഒക്കെ ധരിച്ചാൽ പ്രജ്ഞ ഉണ്ടാവും. അതല്ലെങ്കിൽ ശരീരം ആത്മാവുമായിട്ട് ഒട്ടുകയേ ഇല്ല. ഉപനിഷത്ത് തന്നെ പറയുന്നത് അസംഗോഹ്യയം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ് എന്നാണ്. അതവന്റെ ലക്ഷണമാണ്. അവനെ സംഗനാക്കാനൊന്നും ആർക്കും സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. ഈ പുരുഷനെ, ആത്മാവിനെ ഏതിനോടെങ്കിലും ഒട്ടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒട്ടിയ പോലെ ഒരു ഭ്രമം. ആ ഭ്രമം എപ്പോ നീങ്ങിക്കിട്ടും? സദ്ഗുരുവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ ശരണാഗതി ചെയ്യുമ്പോ, അടങ്ങിപ്പോകുമ്പോ ഈ ജീവന്റെ അഹങ്കാരത്തിനെ ഭഗവാൻ എടുത്ത് വിഴുങ്ങിക്കളയും. അഹങ്കാരം നശിച്ചാലോ പിന്നീട് ആർക്ക് അജ്ഞാനം, ആർക്ക് ബന്ധം, ആർക്ക് മുക്തി, ആർക്ക് മരണം, എല്ലാം അസ്തമിച്ചു. ഏകവും അദ്വയവുമായ പ്രജ്ഞ മാത്രം ഉണ്ടാവും. അഖണ്ഡമായ ബോധം മാത്രം ഉണ്ടാവും. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ഒരേ ഒരു വസ്തു, നാനാത്വഭ്രമം അല്പം പോലും ഇല്ലാത്ത ഒരേ ഒരു വസ്തു അവശേഷിക്കണം. അത് പരിപൂർണമായ വസ്തു, ശാന്തിയെ സ്വരൂപമായ വസ്തു, ആനന്ദമേ സ്വരൂപമായ വസ്തു. അത് മരണത്തിനെ കടന്നു നിൽക്കുന്ന സ്ഥിതി. മരണത്തിനോ ജനനത്തിനോ ഈ വക ഭയങ്ങൾക്കൊന്നും അവിടെ സ്പർശമേ ഇല്ല. ഇത് ജീവന് പരമേശ്വരനെ ശരണാഗതി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവണമെന്നാണ്. ശരണാഗതി ചെയ്യുന്നവന്റെ കാര്യത്തിൽ ശരണാഗതി ചെയ്യുന്നവൻ ഇല്ലാതായിട്ട് തീരും. മഹാബലി ഭഗവാന് അർപ്പിച്ചു അല്ലേ? ആദ്യം 2 അടി മണ്ണ് കൊടുത്തപ്പോ ഭഗവാൻ പോരാ, മൂന്നാമത്തത് എവിടെ ചോദിച്ചു. ഈ 2 അടി മണ്ണ് എന്താന്ന് വെച്ചാൽ തന്റേത് എന്നുള്ള വസ്തുക്കൾ. ഭഗവാൻ പറഞ്ഞു തന്റേതൊന്നും ഇല്ല അവിടെ, അത് വെറും ഭ്രമം, താൻ ആരാ തരാൻ, മൂന്നാമത് തരൂ എന്ന് പറഞ്ഞു. മഹാബലി പറഞ്ഞു ഭഗവാനെ എനിക്കറിയാം, അങ്ങ് ചോദിക്കണം മൂന്നാമത് ഞാനാണോ, എന്റെ വസ്തുക്കളെ തന്നാ പോരാ, എന്നെ തരണം. പോൾ ബ്രണ്ടൻ രമണ മഹർഷിയോട് ചോദിച്ചു, ഷുഡ് ഐ നോട്ട് ഗിവ് അപ്പ് ഓൾ മൈ പൊസഷൻസ് എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു ദ പൊസസർ ടു, യു ഹാവ് ടു ഗിവ് അപ്പ് ദ പൊസസർ. മോർ ദാൻ ദ പൊസഷൻസ് ദ പൊസസർ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ വ്യക്തിയെ ഭഗവാൻ അർപ്പിച്ചാൽ അർപ്പിക്കാനൊന്നുമില്ല. കൊടുത്തപ്പോ ഭഗവാൻ മഹാബലിക്ക് കാവൽ നിന്നു അല്ലേ? എന്നുവെച്ചാലോ ആ വ്യക്തിയുടെ പരിപൂർണ ചുമതല സർവേശ്വരൻ ഏറ്റെടുക്കണമെന്ന്. അപ്പോ നാളെ ബാക്കി നമുക്ക് കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുറുമാം തദൈവ ത്വാമാത്മനാഥം രമണം. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.